ഇതിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, നമ്മുടെ കരിയർ ഗൈഡുമാരുണ്ട്. പലരെയും പരിചിത പേരുകളാണ് കാണുന്നത്. മുഖം കാണുന്നില്ല, അസ്കർ സാർ മുഖം മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ പേരുകൾ പലതും പരിചിതമാണ്. ഓക്കെ, ഞാൻ കൂടുതൽ ഞാനൊന്ന് എൻ്റെ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. എന്റെ പ്രസന്റേഷൻ വിസിബിൾ ആണോ? കാണുന്നുണ്ട്. ഓക്കെ. കുറച്ച് മുഖവരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ക്രിട്ടിക്കൽ എന്താ പറയാ റിസ്ക് സിറ്റുവേഷനിലാണ് മൊത്തത്തിൽ ഒരു കരിയർ മേഖലകൾ ഇപ്പോൾ ഉള്ളത്. അത് പലരും പല ആവർത്തി പല രീതിയിലും സംസാരിക്കപ്പെട്ടതാണ്. അതിൽ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ സിജി വളരെ 30 വർഷത്തിലധികമായിട്ട് ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ച് ഇതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഔട്ട്കം വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതിന് കാരണക്കാര് സിജിയോ സിജിയുടെ കരിയർ ഗൈഡൻസ്മാരോ ഒന്നുമല്ല, നമ്മുടെ ഒരു എൻവറോൺമെന്റും സിറ്റുവേഷനും അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം കുട്ടികള് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, അവർ നമ്മളെടുക്കുന്ന അഡ്വൈസസ് എടുക്കുന്നുണ്ട്, കരിയർ ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ ചൂസ് ചെയ്യുന്നത് മറ്റ് പല ഘടകങ്ങൾ കൊണ്ടാണ്. അവര് പലപ്പോഴും ഒരു നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടുകൊണ്ടുള്ള രൂപത്തിൽ പലപ്പോഴും കാണുന്നുണ്ട്. ഞാൻ ഒരു വർഷമായിട്ട് ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും പല സ്റ്റുഡൻസായിട്ടും ഇന്ററാക്ട് ചെയ്തപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ആ കൺഫ്യൂഷന് കാരണം അവർ ഒരുപക്ഷെ നമ്മളെ ഗൈഡൻസ് കിട്ടിയവരായിരിക്കാം, നമ്മൾ ചെയ്യുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തി അവരെ പറ്റി നല്ല അവയർനെസ് ഉണ്ട്. പക്ഷെ അവർ കിട്ടുന്ന കോളുകൾ, അവര് കോണ്ടാക്ട് ചെയ്യുന്ന ഏജന്റുമാരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ, റിസ്ക് സിറ്റുവേഷൻ ശരിക്ക് ഈ മേഖലകളുണ്ട്. അത് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് നമ്മളൊരു അവെയർ ആവണം. അതുകൊണ്ട് സ്റ്റുഡൻസും പാരൻസും അതുപോലെ തന്നെ കരിയർ ഗൈഡുമാരും. അപ്പൊ അതില് ഞാൻ ഈ പറയുന്ന മേഖല പുതിയതൊന്നല്ല, ഒരുപാട് കാലമായിട്ട് ഉള്ള മേഖലകളാണ്. പക്ഷെ ഈ കുറച്ച് വർഷങ്ങളായിട്ട് അതിന് ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. ഒന്ന്, അതിന്റെ സാധ്യതകളും അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസും കുറച്ച് വർഷങ്ങളായിട്ട് ഇനി ഫ്യൂച്ചറിസ്റ്റിക് കരിയറിന്റെ രൂപത്തിലേക്ക് വളർന്നു വരികയാണ്. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ് ആക്ച്വറിയൽ എന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്യാം. ഡാറ്റ അനാലിസിസ് എല്ലാവർക്കും പരിചിതമാണ്. അതായത് ഒരു ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഉള്ള പാറ്റേൺസ്, അത് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് അൺകവർ ചെയ്തുകൊണ്ട്, പാറ്റേൺസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡാറ്റ അനാലിസിസ്. ഫിനാൻഷ്യൽ തിയറിയും നമ്മളെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ ഈ ഫിനാൻസ് പഠിക്കുന്ന ആൾക്കാർ, മാത്സ് പഠിക്കുന്നവർ കുറവാണ്. പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫിനാൻസും മാത്തമാറ്റിക്സും. ഇപ്പോൾ റോ മാത്തമാറ്റിക്സ് വിത്ത് എക്കണോമിക് ആൻഡ് റിയൽ ആപ്ലിക്കേഷൻ, ഈ ഫിനാൻസ് തിയറി എന്ന് പറയുന്നത് പക്ക ഫിനാൻസ് തിയറി അല്ല, ഇറ്റ്സ് ഇന്റഗ്രേറ്റ് വിത്ത് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഈ രണ്ടാമത്തെ ഇത് സ്റ്റാറ്റിക് ഫോർ ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം റിപ്പോർട്ടിംഗ് നമ്മുടെ ഹിസ്റ്റോറിക് ഡാറ്റ ടു ആക്റ്റീവ് ഷേപ്പിംഗ് ഫ്യൂച്ചർ ഔട്ട്കംസ്. അപ്പൊ നമുക്ക് ഡാറ്റ അനാലിസിസ് ഉണ്ട്, ഫിനാൻഷ്യൽ തിയറി ഉണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് ഫോർസൈറ്റ് കൊടുക്കുന്ന മേഖലയാണ് ശരിക്കും ആക്ച്വറൽ സയൻസ്. ആ രീതിയിൽ നമ്മൾ കാണാം. സോ ഈ പറയപ്പെട്ട പില്ലേഴ്സ്, ഡാറ്റ അനാലിസിസും ഫിനാൻഷ്യൽ തിയറി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആക്ച്വറൽ മേഖലയിൽ. വേറെവർ വി ഫേസ് അൺസർട്ടൻ സിറ്റുവേഷൻ, നമ്മൾ ഒരുവിധം പല അൺസർട്ടൻ സിറ്റുവേഷൻ നേച്ചർ ഇപ്പം കൂടി വരികയാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഗവൺമെന്റ് തലത്തിലും ഒക്കെ ഒരുപാട് അൺസർട്ടനിറ്റി കൊണ്ടുവരികയാണ്. അപ്പൊ ആക്ച്വൽ ചെയ്യുന്നത് ട്രാൻസ്ഫോമിങ് അൺസർട്ടനിറ്റി ടു വോളറ്റൈൽ സിറ്റുവേഷൻ ടു സ്ട്രക്ചേർഡ് മാനേജ്ഡ് റിസ്ക്. അപ്പൊ അത് ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നതും റിസ്കിലേക്ക് അതിന്റെ റിസ്ക് മാനേജ് ചെയ്യപ്പെടുന്നത്.
അതിന് ഉള്ള എക്സ്പേർട്സ് ആണ് ശരിക്കും ആക്ച്വറീസ്. Wherever you face uncertainty, the importance of actuary is very, very important. Okay. Well, actuarial science is actually a multidisciplinary field. അതിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഈ 4 സബ്ജക്ട്സിന്റെ ഫണ്ടമെന്റൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഉള്ളൊരു പ്രയാസം എന്ന് വെച്ചാൽ ഫിനാൻസും എക്കണോമിക്സും പഠിക്കുന്നവർ മാത്തമാറ്റിക്സിന് നെഗ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ ഗ്ലോബലി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എസ്പെഷ്യലി ഇൻ കേരള ആ സിറ്റുവേഷൻ മാറിയിട്ടില്ല ഇപ്പോഴും. അതൊരു വലിയ പ്രയാസമാണ്. കാരണം ഒരു ഫിനാൻസിന്റെ ഫ്യൂച്ചറിക് സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ഗുഡ് ടാലന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ആക്ച്വറീസ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ ഇമ്പാക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അൺസർട്ടൻ ഇവന്റിന്റെ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഡിവൈസ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് സ്ട്രാറ്റജീസ് മെറ്റിഗേറ്റ് ചെയ്യുന്ന, പൊട്ടൻഷ്യൽ ലോസ് മെറ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ആക്ച്വറീസ്. അപ്പോൾ ഏത് ഒരു ഫിനാൻഷ്യൽ അൺസർട്ടൻ സിറ്റുവേഷനിലും അതുകൊണ്ടുള്ള ഇമ്പാക്ട് അനാലിസ് ചെയ്തിട്ട് എന്തൊക്കെ പൊട്ടൻഷ്യൽ ലോസ് ഉണ്ടാവും, അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഒരു ആക്ച്വറി കൊടുക്കുന്നത്. സോ ഈ ആക്ച്വറീസിന്റെ അനലിറ്റിക്കൽ പ്രിസിഷൻ അണ്ടർപിൻസ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇത് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്റ്റെബിലിറ്റി, റിസ്ക് മാനേജ്മെന്റ്, ലോങ് ടേം സസ്റ്റബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ സസ്റ്റബിലിറ്റി സിറ്റുവേഷനാണ്. ഇപ്പോൾ വേൾഡ് എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ നമ്മളെ കൺട്രി എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്കണോമിയുടെ ഈ സ്റ്റെബിലിറ്റി, റിസ്ക് മാനേജ്മെന്റ്, ലോങ് ടേം സ്റ്റെബിലിറ്റി ശരിക്കും കൊണ്ടുപോകണമെങ്കിൽ ആക്ച്വറീസിന്റെ അവരുടെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുള്ള അനാലിസിസിൽ. ഓക്കെ, ഇത് ആക്ച്വറീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. ഒരു പക്ഷേ കേട്ടവര് അത് ഇൻഷുറൻസിലാണ്, അത് ബാങ്കിങ് മേഖലയിലാണ്, ഫിനാൻസ് മേഖലയിലാണ്. ശരിയാണ്, ആക്ച്വറീസ് ഇവിടെയും ഗ്ലോബലിയും തുടങ്ങിയത് ഇൻഷുറൻസുകാരാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആക്ച്വറൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് കോൾ ഫോർ ചെയ്യുന്നത് പിന്നെ LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, LIC ആണ് കോൾ ഫോർ ചെയ്യുന്നത്. അവിടെ ഒരു അപ്പോയിന്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ ഫെലോ ആക്കുന്ന ഉത്തരവാദിത്തം അന്ന് LICക്കായിരുന്നു. ആ സിറ്റുവേഷനൊക്കെ ഇപ്പം മാറി. ഇന്ന് ഇൻഷുറൻസ് മേഖലകളും മാത്രമല്ല, മറ്റ് പല മേഖലകളിലും ഞാനൊന്ന് എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ അല്ലെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കേൾക്കുന്നതിന്? ഓക്കെ അല്ലേ? ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? അപ്പോ ഫിനാൻഷ്യൽ മേഖലയല്ലാതെ ഇൻഷുറൻസും പെൻഷൻ പോലുള്ള ബാങ്കിങ് മോഡൽ മേഖലയല്ലാതെ ഒരുപാട് അതർ മേഖലയിൽ എവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയൊക്കെ അൺസർട്ടൻ സിറ്റുവേഷൻ ഉണ്ടോ അതിനാവശ്യപ്പെടുന്ന ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആക്ച്വൽ സയൻസിന്റെ മെത്തഡോളജി ഉപയോഗിക്കാം. അപ്പൊ നമ്മൾക്ക് ഏത് ഇൻഡസ്ട്രി നോക്കിയാലും, ആൾക്കാരുടെ സിറ്റുവേഷൻ നോക്കിയാലും, ഗവൺമെന്റിന്റെ ഗവേണൻസ് നോക്കി കഴിഞ്ഞാലും അത് ഭയങ്കര വോളറ്റൈലാണ്. മൾട്ടി ഡിക്കേഡ് ഹൊറിസോൺ കോംപ്ലക്സ് സിസ്റ്റം ആണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. അങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പം ഭയങ്കരമായിട്ട് അൺസർട്ടൻ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ശരിക്ക് ആക്ച്വറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാണ് ക്ലൈമറ്റ് ഇഷ്യൂസ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് 1-2 പ്രാവശ്യം ഫ്ലഡ് ഉണ്ടായി, അത് എന്തുമാത്രം നമ്മളെ എക്കണോമിയെ ബാധിച്ചു നമുക്കറിയാം. അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റർ മോഡലിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് പ്രോബബിലിറ്റി, ഫ്രീക്വൻസി, സംതിങ് കോൾഡ് എക്സ്ട്രീം വാല്യൂ തിയറി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇവന്റ്സ് വളരെ ലോ പ്രോബിലിറ്റി ആണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതിനെ ക്വാണ്ടിഫൈ ചെയ്യപ്പെടുകയും ആ ക്വാണ്ടിഫൈ ചെയ്യപ്പെട്ട സാധനങ്ങളെ അനലൈസ് ചെയ്ത് എന്ത് നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പം ഫ്യൂച്ചറിൽ വരുന്ന ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വരുന്ന ഇവന്റ് സംഭവിക്കും, അതിന് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതാണ് നോക്കുന്നത്. ഈ റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെ നോക്കാൻ പറ്റും.
ഇപ്പൊ ഈ പറയപ്പെട്ട ക്ലൈമറ്റ് മേഖലയിലൊക്കെ ഈ ഒരു പറയപ്പെടുന്ന അൺസർട്ടൻ സിറ്റുവേഷൻ ആണ്. അവരുടെ പ്രോബബിലിസ്റ്റിക് മോഡലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് നാച്ചുറൽ ഡിസാസ്റ്റർ മോഡലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മോഡലിംഗ് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു ഇവന്റ് സംഭവിച്ചാലുള്ള ഇമ്പാക്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും അതുകൊണ്ടുള്ള ആളുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മറ്റ് ഇമ്പാക്ട് ഐഡന്റിഫൈ ചെയ്യും. അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഫണ്ടിങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ഇത് എങ്ങനെയാണ് എന്നുള്ള രൂപത്തിലാണ് ഒരു ആക്ച്വറി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ പാൻഡമിക് നമുക്കറിയാം, COVID-19 നമ്മളെ മൊത്തം ലോകത്തെ ഭയങ്കരമായിട്ട് ബാധിച്ച കാര്യങ്ങളാണ്. അത് എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുള്ളൂ, പക്ഷെ സംഭവിക്കുമ്പം ഹൈ ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ടാണ് എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിങ്ങനെ ലോവർ പ്രോബിലിറ്റി പോയി ഹയർ പ്രോബിലിറ്റി ഒരു മിഡിൽ വാല്യൂ എടുത്ത് പിന്നെ താഴോട്ട് വരും. ഈ താഴോട്ട് വന്നിട്ട് അതിനെ ടെയിൽ എന്നാ പറയാം, അങ്ങനെ റൈറ്റ് സൈഡിലുള്ളത്. ആ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹൈ ഇമ്പാക്റ്റ് ആണ്, അതായത് അതിന്റെ അതിന്റെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലാണ്, പക്ഷേ ലോ പ്രോബിലിറ്റി ആണ്, എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുള്ളൂ. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ വിത്തിൻ 5 years ടൈം എന്തൊക്കെ പാൻഡമിക് സിറ്റുവേഷൻ വരാൻ സാധ്യതകളുണ്ട്, നമുക്ക് പ്രീവിയസ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് അത് പ്രിഡിക്റ്റ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഇമ്പാക്ട് എന്താണ്, അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കലിൽ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിന്റെ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എന്നോട് കണക്ട് ചെയ്യാം. നമുക്ക് ടൈം കുറവായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പം ഈ വാർ സിറ്റുവേഷൻ നമുക്ക് എത്ര ഡിലേസ് ഉണ്ടാക്കി, ഷിപ്പിംഗ് റൂട്ട്സിന് ഡിലേസ് ഉണ്ടാക്കി നമുക്കറിയാം. അത് ഒരു ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് മോഡൽ ചെയ്യാൻ പറ്റുന്നതല്ല. അത് അൺസർട്ടൻ സിറ്റുവേഷൻസ് ഹൈ പ്രോബിലിറ്റിയിലും ലോ പ്രോബിലിറ്റിയും സംഭവിക്കുന്നതാണ്. ആ സിറ്റുവേഷനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഈ ഷിപ്പിംഗ് സിറ്റുവേഷൻകാർ മോഡൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഈ റിസ്ക് മോഡലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇനി ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക, അതുകൊണ്ടുള്ള ഇമ്പാക്ട് എത്രയാണ്, എന്തുമാത്രം ഫിനാൻഷ്യൽ ഇമ്പാക്ട് നമുക്ക് അതിൽ ഉണ്ടാക്കും പറ്റും എന്നുള്ളത് ഈ പറയുന്നു. 4ാമത്തെ സൈബർ സെക്യൂരിറ്റി. സൈബർ ഇഷ്യൂസ് നമ്മൾ കൃത്യമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. സൈബർ റിസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് ഇന്നത്തെ. നമ്മളെല്ലാവരും ഇപ്പം ഓൺലൈൻ ട്രാൻസ്ഫറും ഓൺലൈൻ അക്കൗണ്ട് മെയിൻറ്റബിലിറ്റിയും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതിൽ സൈബർ ത്രെട്ട് ഭയങ്കരമാണ്. അപ്പൊ അതിന്റെ ഡാറ്റ അവൈലബിൾ ആണ്. അപ്പൊ സൈബർ ത്രെട്ട് മോഡലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഭാവിയിൽ എന്തുമാത്രം ഇപ്പോൾ നിങ്ങളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് നിങ്ങളെ ക്യാഷ് പോയി കഴിഞ്ഞാൽ അത് ബാങ്കിന്റെ ഉത്തരവാദിത്വം ഉണ്ട് അതിന്. അപ്പം ബാങ്കിന് അതൊരു റിസ്ക് ആണ്. ആ റിസ്ക് ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെ ഭാവിയിൽ വരുമ്പോൾ എങ്ങനെ അതിനുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും, അത് ഓവർകം ചെയ്യാനുള്ള ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ മേഖലയിൽ നോക്കുന്നത്. ഇനി ട്രാഫിക് ട്രാൻസ്മിഷൻ മോഡലിംഗ്. നമുക്കറിയാം, നമുക്ക് ഡാറ്റ ഒക്കെ ഉണ്ട്, എത്ര കണ്ട് നമ്മളെ വെഹിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തായാലും. അതിനനുസരിച്ചിട്ടുള്ള ട്രാഫിക് സിസ്റ്റം നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമുക്ക് മോഡൽ ചെയ്യുന്നില്ല. അതാണ്, അതിലൊന്നും ഡാറ്റ ഉണ്ടായില്ല കേട്ടോ. വളരെ സ്പെസിഫിക് ആയിട്ട് ഡാറ്റ അവൈലബിൾ ആണ്. കാരണം ഇപ്പോഴെല്ലാം ഓൺലൈനിലായതുകൊണ്ട് എത്ര വെഹിക്കിൾസ് ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും പിന്നെ റോഡിൽ ഇറങ്ങുന്നുണ്ട് ഡാറ്റ നമുക്ക് അവൈലബിൾ. പക്ഷെ ആ ഡാറ്റ അപ്പം യൂസ് ചെയ്യുന്നില്ല. അപ്പം ശരിക്കും ഒരു ട്രാഫിക് ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻസ് ഈ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് പ്രൊബബിലിസ്റ്റിക് മോഡൽ ചെയ്തിട്ട് ട്രാഫിക് കൺജഷൻസ് പാറ്റേൺസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ട് ഗവൺമെന്റിന് റൂൾസ് ഉണ്ടാക്കാൻ പറ്റും. പബ്ലിക് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഏത് രീതിയിലൊക്കെ ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കാം, ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ പബ്ലിക് പോളിസിയിൽ ഇതിപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ആക്ച്വറൽ സയൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വറൽ പ്ലേ വെരി ക്രൂഷ്യൽ റോൾ ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഇൻ പബ്ലിക് ഗവേണൻസ്. പബ്ലിക് ഡിസിഷൻസ് സഫർ ഫ്രം ഷോർട്ട് ടേം തിങ്കിങ്, അതിന് ഷോർട്ട് തിങ്കിങ് എന്ന് പറയും. നമ്മളെ മിക്കവാറും നമ്മുടെ പൊളിറ്റീഷ്യൻസ് അവരുടെ തിങ്കിൽ കൂടി ആക്കുന്നതാണ്.
അപ്പൊ അത് ഒരു സൂപ്പർഫിഷ്യൽ ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ പബ്ലിക് പോളിസി ഡിസിഷൻസും. അതിന് പകരം കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് പബ്ലിക് പോളിസി ഡിറ്റർമിൻ ചെയ്യണം എന്നുള്ളത് ലോകത്തുള്ള ലോകരാജ്യങ്ങളും ഇന്ത്യയും അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും. സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ സെറ്റിൽമെന്റ്, നമ്മളെ പിന്നെ ഇത് ഏജ്ഡ് പോപ്പുലേഷൻ കൂടി വരികയാണ്. ആ ഏജ്ഡ് പോപ്പുലേഷൻ അവർക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അവർക്കുള്ള ഫണ്ടിങ്, ഒരു പെൻഷൻ സിസ്റ്റം, ഇപ്പൊ പുതിയ ഗവൺമെന്റ് കേരളത്തിൽ പെൻഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ഓക്കെ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം കൊണ്ടുവന്നു. അതൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഫണ്ടിങ് അതിനെപ്പറ്റി ആലോചിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഓഫർ ചെയ്യുന്നു, കൊടുക്കുന്നു, പക്ഷെ എവിടെയെങ്കിലും സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മൾ വീഴുന്നു. അങ്ങനെ ആവാതെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മളത് എത്രയൊക്കെ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാറുണ്ടാവും, അടുത്ത വർഷം എത്ര ആൾക്കാർക്ക്, അതിനപ്പുറത്തെ വർഷം എത്ര ആൾക്കാർക്കും, എന്നിട്ട് ആ കൃത്യമായിട്ടുള്ളൊരു ഫോർകാസ്റ്റ് ഉണ്ടാവുകയും അതിനുള്ള ഡാറ്റ, അതിനുള്ള ഫണ്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആണ് പോളിസി മേക്കേഴ്സ് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് കൃത്യമായിട്ട് ഒരു റെഗുലേറ്ററി ഓവർസൈറ്റ്, ഫിനാൻഷ്യൽ മെക്കാനിസം നമുക്ക് ആവശ്യമാണ്. ആ മെക്കാനിസം ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡാറ്റാ സയൻസ് ഭയങ്കര എമർജിങ് ഏരിയ എന്ന് എല്ലാവരും പറയും. ഇപ്പൊ പിള്ളേരൊക്കെ പോകുന്ന മാക്സിമം ഡാറ്റാ സയൻസിലാണ്. വെരി ഗുഡ്, ഓപ്പർച്യൂണിറ്റീസ് കുറെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടുള്ള അനർത്ഥങ്ങളും അബദ്ധങ്ങളും കുറെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ഇപ്പോഴത്തെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല. നിങ്ങൾക്കറിയാം ആക്ച്വൽ സയൻസ് എന്താണെന്നുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ഡാറ്റ ഉപയോഗിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് ഉതകുന്ന ടൂൾസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്ന് പറയപ്പെടുന്ന ഒരുപാട് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റാ സയൻസ് വർക്ക് ചെയ്യുന്നത്. ഈ ആക്ച്വൽ സയൻസും ചെയ്യുന്നത് ഡാറ്റ തന്നെ ഉപയോഗിക്കുന്നത്, അതിന് ഇതുപോലെ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വളരെ ഇന്റഗ്രേറ്റഡ് ആണ്. ഇപ്പൊ അത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഡാറ്റാ സയൻസും ആക്ച്വൽ സയൻസും ഭയങ്കര ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ വെറും ഡാറ്റാ സയൻസ് പഠിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇത് കൊണ്ടുപോകും. അതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴുള്ള ഇമ്പാക്ട് എന്താണെന്ന് അനലൈസ് ചെയ്യാനും പറ്റണം. ഡാറ്റാ സയൻസ് പഠിക്കുമ്പോൾ അതിന് ടൂൾസ് ആണ് കാര്യമായിട്ട്. ഞാൻ AI പഠിച്ചിട്ടുണ്ട്, ഞാൻ ML പഠിച്ചിട്ടുണ്ട്, ഞാൻ ന്യൂറൽ നെറ്റ്വർക്ക് പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ എവിടെയാണ്, എങ്ങനത്തെ സിറ്റുവേഷൻ, ഏതൊക്കെ സിറ്റുവേഷനാണ് ഈ പറയപ്പെടുന്ന അപ്ലൈ ചെയ്യുന്നത്, അത് പഠിക്കണമെങ്കിൽ അതിന്റെ റിസ്ക് സിറ്റുവേഷനും അതിന്റെ മോഡലിംഗ് പഠിക്കണം. ആ മോഡലിംഗ് ഇപ്പൊ കാര്യമായിട്ട് പഠിപ്പിക്കുന്നത് ആക്ച്വലാണ്, സ്റ്റാറ്റിസ്റ്റിക്സിലും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇൻഷുറൻസ് മേഖലകളിൽ നിന്ന് വിട്ട് ആക്ച്വറിൽ അതിന്റെ ഒരുപാട് വലിയ മേഖലകളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് ആ കാരണത്താല് വളരെ റീസെന്റ് ആയിട്ട്, അതായത് ഏപ്രിൽ 23, 2026 ഫിനാൻസ് മിനിസ്ട്രി പ്ലാൻസ് ടു amend Actuaries Act, scope beyond the insurance and pension. അപ്പൊ ആക്ച്വറി ആക്ട് 2006 ഫ്രെയിം ചെയ്യുമ്പോൾ അത് ഇൻഷുറൻസ് മേഖലയിലേക്കും പെൻഷൻ ഫണ്ട് മേഖലയിലേക്കും കുറച്ചൊക്കെ ബാങ്കിലേക്കുമാണ് ഉപയോഗപ്പെടുത്തിയത്, അതായത് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മേഖല. അതിന് പകരം അത് മാത്രമല്ല സിറ്റുവേഷൻ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആക്ട് അമെൻഡ് ചെയ്യാൻ പോവാണ്. ഇൻഷുറൻസ് മാത്രമല്ല, പെൻഷൻ മാത്രമല്ല, ബാങ്കിങ് മേഖലകൾ മാത്രമല്ല, മറ്റ് മേഖലകളിലേക്കും ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. എവിടെയൊക്കെ റിസ്ക് ഉണ്ടോ, എവിടെ ഡാറ്റാ സയൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മോഡലിംഗ് ആൻഡ് പബ്ലിക് പ്രോഡക്റ്റ്. ഫിനാൻഷ്യൽ മോഡലിംഗ് നോട്ട് ഓൺലി ഇൻ ഇൻഷുറൻസ് ബട്ട് എവറി ആസ്പെക്ട്, എവറി കേസ്. ബാങ്കിങ്ങിലാകാം, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. അപ്പൊ നമുക്കിപ്പോൾ അറിയുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളെ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റമാണ്. ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അതിനൊക്കെ ഡാറ്റ ഒക്കെ അവൈലബിൾ ആണ്. ഡാറ്റ ഒക്കെ നമുക്ക് അവൈലബിൾ. അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ത്രെട്ടൻസ് ഭാവിയിൽ, എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഭാവിയിൽ വരാൻ പോകുന്നത് പറഞ്ഞിട്ട് ഗവൺമെന്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. പബ്ലിക് പോളിസി റിലേറ്റഡ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡാറ്റ ഒക്കെ കൃത്യമായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പ്രോബബിലിസ്റ്റിക് മോഡൽ നടത്തിയുകൊണ്ട് അതിനെ വളരെ സയന്റിഫിക് ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് പോളിസീസ് ടേക്ക് ചെയ്താൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം അത്രയും വോളറ്റൈൽ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. ആ വോളറ്റാലിറ്റി ഡേ ടു ഡേ ടൈം അല്ലെങ്കിൽ അവർ ടു അവർ, സെക്കൻഡ് ടു സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഡാറ്റ, ആ തരത്തിലുള്ള ഡാറ്റ ഉപയോഗിക്കണം. ആ തരത്തിൽ ഇപ്പം ഡാറ്റാ സയൻസിൽ അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബബിലിസ്റ്റിക് മോഡൽസ് വെച്ച് കൃത്യമായിട്ട് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് ഫിനാൻസ് മിനിസ്ട്രി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഈ ആക്ച്വറി ആക്ട് അമെൻഡ് ചെയ്യാൻ പോവാണ്. സോറി.
എന്തുകൊണ്ടാണ് ഞാൻ ആക്ച്വറി സയൻസ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഇതിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളും എവിടേക്കാണ് ഇതുള്ളത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എല്ലാവർക്കും അത് എന്ത് കിട്ടും പഠിച്ചാൽ എന്നാ ചോദിക്കാം, മക്കളായാലും വരും. അപ്പൊ സ്റ്റുഡന്റ് ആക്ച്വറീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്താണ് സ്റ്റുഡന്റ് ആക്ച്വറീസ് എന്ന്. സ്റ്റുഡന്റ് ആക്ച്വറീസ് ആണെങ്കിൽ അവരെ ആക്ച്വറി നടത്തുന്ന റിസ്ക് മാനേജ്മെന്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവര് സെലക്ട് ചെയ്യപ്പെടും. 4 മുതൽ 7 വരെയൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. 4 to 7 lakhs ആണ് ഇനീഷ്യലി കൊടുക്കുക. അപ്പൊ അവര് കൂടുതൽ പേപ്പേഴ്സ്, ആക്ച്വറിന് കൂടുതൽ പേപ്പേഴ്സ് പഠിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് പിന്നെ മാറും. ഇപ്പൊ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ കൂടുക. അപ്പൊ സാധാരണ സ്റ്റുഡന്റ് ആക്ച്വറി എന്ന് പറഞ്ഞാൽ അവർ കയറുന്നത് 2 പേപ്പറൊക്കെ പഠിച്ചിട്ടാണ്. ഈ 2 പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 13 പേപ്പറിലാണ് 2 പേപ്പർ ക്വാളിഫൈ ചെയ്തിട്ട് കുട്ടികൾ ഇനീഷ്യലി കയറുന്നു. പിന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും, അവർക്ക് എക്സാം എഴുതാനുള്ള ലീവ് കൊടുക്കും, അവർ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അതിനുള്ള ചെലവുണ്ട്, ആ ചെലവ് ഈ കമ്പനി കൊടുക്കും. ആ രീതിയിൽ ഈ ആക്ച്വറി അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ഉള്ള കമ്പനിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തതിനനുസരിച്ചിട്ട് അവരുടെ സാലറിയും പെർക്സും കൂടിക്കൊണ്ടുപോകും. ഒരു ക്വാളിഫൈഡ് ആക്ച്വറി മീൻ ഫെലോ ആക്ച്വറി എന്ന് പറയുന്നത് ഒരു 13 പേപ്പർ പഠിച്ച് പാസ്സായി ഒരു ഫെലോ ആക്ച്വറി കഴിഞ്ഞാൽ മിനിമം സാലറി എന്ന് പറഞ്ഞാൽ 15 ലക്ഷമാണ്. പിന്നെ അത് എക്സ്പീരിയൻസ് കൂടുന്നതിന് 50 lakhs വരെ പോകും. ഒരു നല്ലൊരു പൊസിഷൻ, ഒരു അട്രാക്റ്റീവ് പൊസിഷൻ ഇൻ ആക്ച്വറി എന്ന് പറഞ്ഞാൽ അപ്പോയിന്റഡ് ആക്ച്വറിയാണ്. പല ഏരിയയിലും പിന്നെ അപ്പോയിന്റഡ് ആക്ച്വറി. ആ അപ്പോയിന്റഡ് ആക്ച്വറി സാലറി എന്ന് പറഞ്ഞാൽ 79 lakhs to 1+ CR ആണ്. അപ്പൊ ആ രീതിയിൽ ഇത് വളരെ കൃത്യമായിട്ടുള്ള കണക്കൊന്നുമല്ല. പലരും പല കരിയർ ഏജൻസീസും സോർട്ട് ചെയ്യപ്പെട്ട കണക്കുകളാണ്. അപ്പം കുട്ടികൾക്ക് എപ്പോഴും ചോദ്യം ഇതാണ്, പൈസ എത്ര പണം കിട്ടും എന്നുള്ളതാണ്. ആ പണം കിട്ടുന്നതിലും മോശമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പൊ അക്കോർഡിംഗ് ടു ഡിപ്പാർട്ട്മെന്റ് ഫിനാൻഷ്യൽ സെക്രട്ടറി ഡോക്ടർ വിവേക് ജോഷി മുപ്പര് പറഞ്ഞിട്ടുണ്ട്, അന്ന് അയാൾ പറയുമ്പോൾ 600 ക്വാളിഫൈഡ് ആക്ച്വറീസേ ഉള്ളൂ. ഇപ്പൊ ഒരു 9,000+, about 1,000 അന്ന് 2020-ലോ 2024-ലോ ഉള്ള ഒരു കോൺഫറൻസിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതിനുശേഷം ഏകദേശം അയാളെ പറഞ്ഞത് 2025 ആകുമ്പോൾ 4,500 വേണമെന്നാ. പക്ഷെ 4,500 പോയിട്ട് അതിന്റെ 1/4 കൂടി ആയിട്ടില്ല. 2030 ആകുമ്പോൾ 25,000. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്ത് ഫിനാൻസ് മേഖലയിൽ മാത്രമല്ല, ഇൻഷുറൻസ് മേഖലയിൽ മാത്രമല്ല, എല്ലാ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്ന മേഖലയിലും ഒരു ആക്ച്വറിന്റെ ഗവേണൻസ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു 1,000 അറൌണ്ട് 1,000 ഫുള്ളി ക്വാളിഫൈഡ് ആക്ച്വറീസ് മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ആക്ട് അനുസരിച്ചിട്ട് ഈ ഗവൺമെന്റ് സർവീസിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്ത്യൻ സിവിൽ സർവീസ് ആണ് ഹിസ്റ്റോറിക്കലി ഡോമിനന്റ് ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അവരുടേതായിട്ടുള്ള വിഷനും ഒരുപാട് കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ആ ഒരു സിവിൽ സർവീസിൽ അല്ലെങ്കിൽ IAS-കാരാണ് എല്ലാ സിറ്റുവേഷനിലും ഡിസിഷൻ എടുക്കുന്നതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരു ഡാറ്റാ ബേസ്ഡ് ഒരു സംഭവം അല്ലെങ്കിൽ ആക്ച്വറി ബേസ്ഡ് സംഭവം ഇല്ല എന്നുള്ളത് ഗവൺമെന്റ് ഐഡന്റിഫൈ ആയിട്ടുണ്ട്. സോ ആക്ച്വറി ഇൻ ഫ്യൂച്ചർ ഇന്ത്യൻ ഗവൺമെന്റ് സർവീസ് റെപ്രസെന്റ്സ് എ ട്രാൻസിഷൻ ഫ്രം റിയാക്റ്റീവ് പോളിസി മേക്കിംഗ് ടു പ്രെഡിക്റ്റീവ് റിസ്ക് എഞ്ചിനീയർഡ് ഗവേണൻസ്. ഇപ്പൊ ചെയ്യുന്ന റിയാക്റ്റീവ് പോളിസി മേക്കിംഗ് പകരം ഡാറ്റ കൊണ്ട് ഒരു പ്രെഡിക്റ്റീവ് ഫ്യൂച്ചറിൽ എന്താ നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം എന്ത് സംഭവിക്കും, ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അല്ലെ ഒരു 10 yearsനകത്ത് എന്താ സംഭവിക്കുക, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് എന്നിട്ട് റിസ്ക് എഞ്ചിനീയറിംഗ് ഗവേണൻസ് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉടനെ ഉണ്ടാവും. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് ഒന്ന് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പൊ അത് പിന്നെ ഫിനാൻസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന മിനിസ്ട്രിയിൽ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ സമയം പ്രശ്നമാവും. അപ്പൊ പെൻഷൻ ലയബിലിറ്റി മോഡലിങ്ങും ഫിസിക്കൽ ഡെഫിസിറ്റ് സ്ട്രെസ് ടെസ്റ്റിങ്ങിലൊക്കെ ആ ഏരിയ ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് മാനേജ് ചെയ്യുക. MOSPI മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, അതിൽ പ്രെഡിക്റ്റീവ് അനാലിറ്റിക് സിസ്റ്റം കൊണ്ടുവരാണ് അവർ. ഇപ്പോൾ ഓൾറെഡി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഓഫീസ് ഉണ്ട്. അപ്പൊ അവിടെ ചെയ്യുന്ന റിപ്പോർട്ടിംഗ് സിസ്റ്റം
അടിമുടി മാറ്റി അത് കൃത്യമായിട്ട് ഒരു പ്രെഡിക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഇപ്പം കേരളത്തില് പുതിയ റെയിൽവേ സിസ്റ്റം വരണമെങ്കിൽ അത് ഒരുപാട് കോസ്റ്റ് വരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അതിന്റെ എൻവറോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്, മറ്റു പല ഇഷ്യൂസ് ഉണ്ട്. അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പിന്നെ പ്രോബിലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ ഭാവിയിൽ അതുകൊണ്ടുണ്ടാകുന്ന സംഭവിക്കും, എത്രയൊക്കെ കോസ്റ്റ് അതുകൊണ്ട് ഇൻവോൾവ് ചെയ്യും ഭാവിയിൽ, അതുകൊണ്ടുള്ള ഇൻകം എത്രയാണ്, അപ്പൊ അഡീഷണൽ ആയിട്ട് നമുക്ക് എല്ലാ വർഷവും എന്തുമാത്രം ഫണ്ട് ഇതിന് നീക്കിയിരിക്കേണ്ടി വരും, ഈ കാര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ പോർട്ട്ഫോളിയോ റിസ്കിൽ അനലൈസ് ചെയ്യും. അത് ഈ MOSPയുടെ ഡ്യൂട്ടിയാണ്. അത് തന്നെ NTI ആയോഗ് പബ്ലിക് പോളിസി ഡിസൈൻ, ഇതും വളരെ സിമിലർ ആണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ടീമിന് അഗ്രികൾച്ചർ ഇതിനൊക്കെ കൃത്യമായിട്ട്, അപ്പം വളരെ പ്രശ്നമാണ്. ഒരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇത് കംപ്ലീറ്റ് പോകും. അപ്പൊ അവര് ഫിനാൻഷ്യലി ബ്രേക്ക് ഡൗൺ ആവും. അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നടത്തണം. ഇനി RBIയിൽ വളരെ റീസെന്റ് ആയിട്ട് RBIയിൽ റിക്രൂട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട് RBIയിൽ. അതിൽ അവര് പിന്നെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മോഡലിംഗ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. റെഗുലേറ്ററി അഡ്വൈസറി ഇപ്പം നടക്കുന്നത് കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഇന്ത്യ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ അവര് ഒരു കോൾ ഫോർ ചെയ്തിട്ടുണ്ട്, ബിഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടീം ഓഫ് ആക്ച്വറീസിനെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പെൻഷൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഭാവിയിൽ ഈ പറയപ്പെട്ട ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഓഫീസ് നമ്മളെ കുട്ടികളൊക്കെ അവിടെ പോകാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ കുട്ടികളൊക്കെ. ഇപ്പൊ അത് സ്റ്റാറ്റിസ് മാത്രമല്ല, ആക്ച്വറിയൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവരണം. കാരണം ആക്ച്വറിയൽക്കാർ മാത്രമേ റെഗുലേറ്ററി ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പിന്നെ ഫെലോ ആക്ച്വറിക്ക് മാത്രമേ റെഗുലേറ്ററി ആയിട്ട് അവർക്ക് സൈൻ ചെയ്യാനുള്ള അതോറിറ്റി ആവുള്ളൂ. ഇത് നമ്മുടെ ആക്ച്വറി ആക്ടിൽ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഭാവിയിൽ ഈ RBIയിലൊക്കെ ആ രീതിയിലുള്ള പൊസിഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് വളരെ ഈ 2026 IRDA ചെയർമാൻ അജയ് സൈദ് പറഞ്ഞതാണ് സെയിം കാര്യം. വേൾഡ് വൈഡ് ഇതിന്റെ സിറ്റുവേഷൻസ് നോക്കാം. ഡാറ്റാ സയൻസ് നമ്പർ 8 ഇൻ ദി ബെസ്റ്റ് ജോബ്സ് ആണ്. ആക്ച്വറി ഡാറ്റ ടൈംസ് ഇൻ ബെസ്റ്റ് ജോബ്. ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഇന്റഗ്രേറ്റഡ് ആണ്. ഒരു ആക്ച്വറി ചിലപ്പോൾ ഡാറ്റാ സയന്റിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യും, ഡാറ്റാ സയൻസിന്റെ ആക്ച്വറി ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യും. അപ്പോൾ ആക്ച്വറി റാങ്ക്ഡ് 5th ബെസ്റ്റ് ടെക്നോളജി ജോബ്സ്. ഇത് അതുപോലെ തന്നെ ആക്ച്വറി റാങ്ക്ഡ് 7th ബെസ്റ്റ് STEM ജോബ്. ആക്ച്വറി റാങ്ക്ഡ് 10th ഓവറോൾ. അപ്പം എല്ലാ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ GCCയിലൊക്കെ എന്ന് വെച്ചാൽ പുറത്തുള്ള രാജ്യങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യാണ്. SOA ഉണ്ട്, IFOA ഉണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇത് ആദ്യത്തെ വളരെ റീസെന്റ് ആയിട്ട് വന്നാണ് ഈ അഷ്വാഖ് അൽ സഹറാനി എന്ന് പറയുന്ന ലേഡി. ഷീ ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ ആക്ച്വറി. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ ഓപ്പർച്യൂണിറ്റി ഒട്ടു നോക്കുന്ന ഒരു സ്ഥലമാണ് GCC. ഇൻഷുറൻസ് മേഖലകളിലും മറ്റ് ഈ പറയപ്പെടുന്ന റിസ്ക് ഇൻവോൾവ് ചെയ്യുന്ന മേഖലയിലേക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ അവരുടെ നാഷണലൈസേഷൻ ഡ്രൈവിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ചെയ്യുന്നത്. അതായത് ഒരു എൻട്രി ലെവലിൽ ഇവരെ മാക്സിമം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. SOAന്റെ SOA എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ആക്ച്വറീസ്, US ബേസ്ഡ് ഞാൻ പറയണ്ട ഇവിടെ. അപ്പൊ അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിന് എന്തായാലും ലിമിറ്റേഷൻസ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സിൽ ഇന്ത്യയെ കവച്ചു വെക്കാൻ വേറെ രാജ്യത്തിനും കഴിയില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഇപ്പൊ നമുക്ക് നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് ആ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ പിന്നെ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആ സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഒരു മിസ്റ്റർ കരുണാനിധിയുടെ ഞാൻ ആദ്യമായിട്ട് പിന്നെ ഇന്ററാക്ട് ചെയ്ത്, ഞാനും ZAയും ഫസ്റ്റ് ഫറൂഖ് കോളേജിൽ 2000 ഈ കോഴ്സ് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചപ്പോൾ നോയിഡയിൽ പിന്നെ ഒരു ഈ ഇദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം IIAയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ഇപ്പം ദുബായിൽ
സെറ്റിൽഡ് ആണ്. ദുബായിലെ ഒരു വളരെ സീനിയർ ആക്ച്വറിയാണ് അദ്ദേഹം. ഇപ്പം ഇതൊക്കെ GCC-യിൽ വരുന്ന ഗ്രോത്തുകളാണ്. സൗദി അറേബ്യയിലെ സൗദി അറേബ്യ മോണിറ്ററി അതോറിറ്റി, അതിപ്പോ സൗദി സെൻട്രൽ ബാങ്ക് ആണ്. അതിലൊക്കെ ഒരുപാട് പിന്നെ റെഗുലേറ്ററി സിസ്റ്റംസ് വരുന്നുണ്ട്. അത് ഗവേൺ ചെയ്യുന്നത് ആക്ച്വറിയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് നമുക്കറിയാം ഇന്ത്യയിൽ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ ഇവിടെ GCC അറേബ്യൻ കൺട്രീസിലൊക്കെ ഇതല്ല, ഇൻട്രസ്റ്റ് റിലേറ്റഡ് അല്ല. അതിന് തക്കാഫുൽ ഇൻഷുറൻസ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു ബിസിനസ് മോഡലും ഡീറ്റെയിൽസുമാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. കൺവെൻഷണൽ ഇൻഷുറൻസിൽ റിസ്ക് ട്രാൻസ്ഫർ ആണ്, സെയിൽ കോൺട്രാക്ട് റിസ്ക് ട്രാൻസ്ഫർ ആണ്. അപ്പൊ തക്കാഫുലില് ഇത് റിസ്ക് ഷെയറിംഗ് ആണ്, മ്യൂച്വൽ പൂളാണ്. അപ്പൊ പിന്നെ ഇത് പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും അത് കംപ്ലീറ്റ് ഷെയർ ചെയ്യപ്പെടും. ഫണ്ട് സ്ട്രക്ചർ എന്ന ഇൻഡസ്ട്രി പൂൾസ് ആണ്. ഞാൻ അതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിൽ പോകുന്നില്ല. പാർട്ടിസിപ്പന്റ് ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് തക്കാഫുൾ. അണ്ടർ റൈറ്റിംഗ് ബിലോങ്സ് ടു ഷെയർ ഹോൾഡറാണ് ഇൻഷുറർ. ഇൻഷുറൻസും ഷെയർ ഹോൾഡറും മാത്രമേ അത് ബാധിക്കുള്ളൂ. പക്ഷേ പിന്നെ തക്കാഫുൾ സിസ്റ്റം ആകുമ്പോൾ അത് എല്ലാവർക്കും ബാധിക്കും, പാർട്ടിസിപ്പൻസും ബാധിക്കും. അതാണ് നമ്മൾ ഈ ഇസ്ലാമിക് ഫിനാൻസ് സിസ്റ്റം. ഡെഫിസിറ്റ് അബ്സോർബ്ഡ് ഡയറക്ട്ലി ഫ്രം ഇൻഷുറൻസ് ക്യാപിറ്റൽ. എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇൻഷുറൻസ്. അതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് അതിൽ പിന്നെ ആക്ച്വറി വേണമെന്നും വന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലെയിം കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവർ ഫോളോ ചെയ്യുന്നത്. ഇത് ഷെയർ ഹോൾഡേഴ്സ് ബൈ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. ഇപ്പൊ ഈ ക്യാപിറ്റൽസ് ഒക്കെ ഇതാക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻഡസ്ട്രി ലോണാണ്. കാർഡ് ഹാസ് എന്ന് പറയാൻ. ഇൻവെസ്റ്റ്മെന്റ് ഇതിലെ കൺവെൻഷണൽ ഇൻഷുറൻസിലാണെങ്കിൽ ലീഗൽ അസറ്റ്സ്, ബോണ്ട്, എക്വിറ്റീസ്, ഡെറിവേറ്റീവിലാണെങ്കിൽ ഷെറിയ കംപ്ലൈന്റ് അസറ്റ്സ് ഓൺലി, സുക്കൂക്ക്, അപ്രൂവ്ഡ് ഇക്വിറ്റീസ്, നോ റിബ ടൈപ്പ് ഫോം. അപ്പം ആ ലെവലിൽ ഇപ്പം ഭയങ്കരമായിട്ട് അത് വന്നിരിക്കുക. അപ്പം ഈ തക്കാഫുൾ സിസ്റ്റത്തിലും റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിസ്ക് നമ്മൾക്ക് ശരിക്ക് മാനേജ് ചെയ്യണം. അപ്പൊ അതിന്റെ ഓപ്പറേഷൻസിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതും ഫണ്ട് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഇൻട്രസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഈ തക്കാഫുൽ സിസ്റ്റം വരുമ്പോൾ ആ തക്കാഫുൽ പ്രോസസ്സിങ്ങിനാണ് നടക്കുക. പക്ഷേ നമ്മുടെ അണ്ടർലൈൻ റിസ്ക് അസസ്മെന്റ്, റിസർവ്, ഫിനാൻഷ്യൽ മോഡലിംഗ് ഒക്കെ നമ്മൾ അതേ ആക്ച്വറിൽ എന്താണോ പഠിപ്പിക്കുന്നത് ആ മോഡൽസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ സൈഡിൽ മാത്രമേ, അതിന്റെ ഫണ്ട് ആയിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസിൽ മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ. അപ്പം GCC-യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഫിനാൻസ് പഠിക്കുമ്പോൾ തക്കാഫുളും കൂടി പഠിക്കണം. അതാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഒരു കുട്ടിക്ക് നമുക്ക് ആക്ച്വറീസ് ആവാൻ പറ്റുകയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 2006 ആക്ടിൽ വന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ, IAI എന്ന് പറയാം. These are nodal ministry for the institute. Institute is the Department of Services Finance. ഇപ്പോൾ ഫിനാൻസ് മിനിസ്ട്രീന്റെ അണ്ടറിലാണ് ഈ IAI വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റഡീസ്? ഒന്ന്, നമ്മുടെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് നടത്തുന്നത് ഓഫ് ഇന്ത്യ തന്നെയാണ്. പിന്നെ ഒരു സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ്, UK ബേസ്ഡ്. ഇത് രണ്ടും വളരെ ഇന്റഗ്രേറ്റ് ആണ്. നമ്മൾ IAI ഇന്ത്യൻ പോകുന്നത് IFO-ന്റെ അതേ സിസ്റ്റത്തിലാണ്. ഓൾമോസ്റ്റ് ഒരേ മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഓൾമോസ്റ്റ് ഒരേ സിസ്റ്റം തന്നെയാണ്. പിന്നെ ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടില്ല, ഓൾമോസ്റ്റ് അതിലെ പിന്നെ കറിക്കുലം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷെ വേ ഓഫ് ഓപ്പറേറ്റിംഗ്, വേ ഓഫ് എക്സാമിനേഷൻ, അസസ്മെന്റ് സിസ്റ്റം ഒക്കെ കുറച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. സൊസൈറ്റി ഓഫ് ആക്ച്വറീസ് US-ന്റെയാണ്. കാഷ്വാലിറ്റി ആക്ച്വറി സൊസൈറ്റി അത് US-ന്റെയാണ്. ഈ 4 ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള. മറ്റ് കൺട്രീസിലൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേണിംഗ് ആക്ച്വറി. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഫെലോ ആയി കഴിഞ്ഞാൽ, ഒരു അപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ഫീ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫെലോ ആകുമ്പോഴാണ്. ഇപ്പൊ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അയാൾ IAI-യുടെ ഫെലോ ആയിരിക്കണം.
അയാൾ സൊസൈറ്റി ഓഫ് ആക്ച്വറീസിലെ ഫെലോ ആണെങ്കിൽ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ IIL അപ്ലിക്കേഷൻ കൊടുത്തു അതിന്റെ കൺഫർമേഷൻ ആണ്. ഓക്കെ, അത് തിരിച്ചു അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് പ്രോസസ് അതിലുണ്ട്. ഇനി ഒരു +2 കഴിഞ്ഞ കുട്ടി എങ്ങനെയാണ് ആക്ച്വറിലേക്ക് വരിക? അതിന് ആക്ച്വറൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവണം. ഈസ് ദ ഗേറ്റ് വേ എക്സാമിനേഷൻ ഫോർ ആസ്പയറിംഗ് ആക്ച്വറീസ് ടു ബിക്കം സ്റ്റുഡൻസ് മെമ്പേഴ്സ്. ഇത് നമ്മളെ നീറ്റ് പോലെയോ അല്ലെങ്കിൽ ഇതുപോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം 2 തവണ കുട്ടികളെ ഇരുത്തി 1 മാസത്തെ ട്രെയിനിങ് കൊടുത്തു. കാരണം അത്യാവശ്യം കുട്ടികൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബേസിക്സ് അറിയാം, പിന്നെ അതിനുള്ള ഒരു എക്സ്പോഷറും പിന്നെ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഡെവലപ്പ് ചെയ്താൽ മതി. എല്ലാവരും പാസ്സായിട്ടുണ്ട്, എഴുതി എല്ലാവരും പാസ്സായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പം ആക്ച്വറി സ്റ്റുഡന്റ് ആക്ച്വറിയാണ് അവരൊക്കെ. അപ്പൊ 10+2 അത് സയൻസ് ആവണമെന്നോ ഏത് 10+2 കഴിഞ്ഞാൽ മതി. അതിന്റെ ഹയർ ആയി കഴിഞ്ഞാലും പറ്റും. ഇപ്പം ഡിഗ്രി ആയാലും PG ആയി കഴിഞ്ഞാലും ഒക്കെ ചെയ്യാം. ഇപ്പൊ മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. മാത്സ് പഠിച്ചിരിക്കണമെന്ന് എവിടെയും നിർബന്ധമൊന്നുമില്ല. അസറ്റ് പാസ്സായി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് 3 വർഷത്തെ വാലിഡ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റുഡന്റ് ആക്ച്വറി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ തുടങ്ങാം. ഒരു അസറ്റിന്റെ സ്ട്രക്ചർ ഇതാണ്. 3 hours ഓൺലൈൻ ടെസ്റ്റ് ആണ്, വീട്ടിലിരുന്നിട്ട് എഴുതാം. 70 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ആൻസർ. ഒരേ സിംഗിൾ സ്ലോട്ടിൽ ഓൺലൈനിൽ നടത്തും. അതിൽ മാത്തമാറ്റിക്സിന് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, സ്റ്റാറ്റിസ്റ്റിക്സിന് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിന് 15 മാർക്ക് ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ റീസണിങ് 10 മാർക്കിന്റെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ടോട്ടൽ ബ്രേക്ക് ഡൗൺ 45 ക്വസ്റ്റ്യൻസ് ആണ്. 20 1 മാർക്കിന്റെ 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 20 ക്വസ്റ്റ്യൻസ് 2 മാർക്സ് ഈച്ച്, 5 ക്വസ്റ്റ്യൻസ് 3 മാർക്സ് ഈച്ച് ആവും. ഞാൻ കുറച്ച് ടൈം ക്രോസ് ചെയ്തു പോയി, ഞാൻ പെട്ടെന്ന് നിർത്താം. ഓക്കെ അല്ലേ? ഹലോ ഇതിന്റെ സ്റ്റഡി റൂട്ട് പറയുന്ന 7 കോർ പ്രിൻസിപ്പൽ പേപ്പേഴ്സ് ഉണ്ട്, 3 കോർ പ്രാക്ടീസ് പേപ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ അവർ അസോസിയേറ്റ് മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആവും. അതുവരെ ഈ 10 പേപ്പർ പാസ്സാകുന്നവരെ അവർ സ്റ്റുഡന്റ് ആക്ച്വറിയാണ്. ഫെലോ ആവണമെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും SP and SA സീരീസിന് 3 പേപ്പർ പാസ്സാവും. ഇപ്പൊ സാധാരണ 2 3 അല്ലെങ്കിൽ 4 പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ ഹയർ ചെയ്യും. അവിടുന്ന് അവരെ മാക്സിമം ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ ട്രെയിനിങ് കൊടുക്കില്ല, ട്രെയിനിങ് നമ്മൾ പുറത്തുനിന്ന് കാണണം, പക്ഷെ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. എക്സാം എഴുതാനൊക്കെ ലീവ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവർ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അതിനുവേണ്ടി കോസ്റ്റും അവർ കൊടുക്കും. ഇന്ത്യൻ സ്റ്റുഡൻസ് കൂടുതലും ഇപ്പോൾ IFOA അല്ലെങ്കിൽ IA ആണ് പ്രിഫർ ചെയ്യുന്നത്. SOA പ്രസൻസ് വളരെ ഉഷാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. SOA ഭയങ്കരമായിട്ട് ഓഫർ കൊടുത്തിട്ട് കുട്ടികൾ എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ റൂട്ട്. 7 പേപ്പേഴ്സ് മാൻഡറ്ററി ആണ്. ഇവിടെ 3 പേപ്പേഴ്സ് മാൻഡറ്ററി ആണ്. പിന്നെ സ്പെഷ്യലിസ്റ്റ് പേപ്പറിൽ ഇപ്പൊ 8 ചോയ്സ് ആണ്. ചോയ്സ് ഇനി അടുത്ത വർഷങ്ങളിൽ കൂടും, പുതിയ മേഖലകൾ വന്നുകൊണ്ട് 2 out of 8. അപ്പൊ സ്പെഷ്യലിസ്റ്റ് അഡ്വാൻസ് 1 out of 8. ഇത് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യും. ഇപ്പൊ EST ആണെങ്കിൽ, എൻവയോൺമെന്റ് സോഷ്യൽ ഗവേണൻസിലാണെങ്കിൽ ആ ഏരിയയിലുള്ള 3 പേപ്പറാണ് പഠിക്കേണ്ടത് അഡ്വാൻസ്. അല്ലെ ഇൻഷുറൻസിലാണെങ്കിൽ ഇൻഷുറൻസിന്റെ 3 പേപ്പറാണ് ഈ ഇതിൽ പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തു വരും. 7 കോർ സ്റ്റാറ്റിസ്റ്റിക് പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, 2 സ്റ്റാറ്റിസ്റ്റിക് പേപ്പർ ഉണ്ട്. പിന്നെ പുതിയ CS3 അടുത്ത 2027 മെയ് മുതൽ ഡാറ്റാ സയൻസ് വരുന്നുണ്ട്. CS3 എന്ന് പറഞ്ഞ പേപ്പറാണ്. പിന്നെ CM1 മാത്തമാറ്റിക്സ് മോഡലാണ്. പിന്നെ ഇത് എക്കണോമിക് മോഡലാണ്. CM2 പിന്നെ CB1 കോർ ബിസിനസ് പേപ്പറാണ്. CB2 കോർ ബിസിനസ് എക്കണോമിക്സ് ആണ്. പിന്നെ കോർ പ്രാക്ടീസ് പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വൽ പ്രാക്ടീസ്, മോഡലിംഗ് പ്രാക്ടീസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, അത് പുതിയ പേപ്പറാണ്. അപ്പം ഒരു കുട്ടി പറയാം, ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്കൊന്നും പോകുന്നില്ല, എൻ്റെ ഒബ്ജക്റ്റീവ് ഇതാണ്, ഞാനൊരു ആക്ച്വറി ഫെലോ ആവും എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് സഫിഷ്യന്റ്. ഓക്കെ, ആ കുട്ടി ഫെലോ ആയി കഴിഞ്ഞാൽ ദി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി UGC നിർദ്ദേശപ്രകാരം ഒരു ഫെലോ ഓഫ് ദി IAI ഈസ് ഈക്വൽ ടു മാസ്റ്റർ ഡിഗ്രി. അവര് 341 2013 മറ്റാണ് അത് വന്നതെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ ഫിസിക്കലി അവർക്ക് ഹയർ സ്റ്റഡീസിന് യൂണിവേഴ്സിറ്റിയിൽ ചേരണമെങ്കിൽ PhD പ്രോഗ്രാം. 1-2 പേരെ ഞാൻ ആക്ച്വറീസിനെ കണ്ടു, അവർ PhD കരസ്ഥമാക്കിയ ആൾക്കാരെ ഞാൻ കണ്ടു. ഓക്കെ, ഇപ്പൊ സ്റ്റുഡൻറ് സപ്പോർട്ട് സ്കീം ഉണ്ട്. ഇതിന്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് ഇവര് ചെയ്തു തരും. അതൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം പിന്നീട്.
ഇതാണ് ഇതിന് വരുന്ന പോസ്റ്റുകൾ. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു വിങ്ങിനെ പറ്റിയിട്ടാണ്. അബൌട്ട് MIADS, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറി ആൻഡ് ഡാറ്റ സയൻസ്. അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള MIADSന്റെ ഇത് വരാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ വളരെ കുറവാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള ലേണിംഗ്. ഇപ്പം ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് ഫെലോനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് IFI അക്രഡിറ്റഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ എല്ലാം ഫ്രീ ആണ് കേട്ടോ. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആണ്. ഈ ആക്ച്വറൽ കോച്ചിങ് സെന്റേഴ്സ് കൂടുതലും ഡൽഹിയിലാണ്, നല്ല കോസ്റ്റ് ഉണ്ട്. IAQS എന്ന് പറയുന്ന ബോംബെയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, 7 കോർ പേപ്പർ അവര് അക്രഡിറ്റഡ് ആണ് IFOന്റെ. അപ്പോൾ ഫീസ് 2 വർഷത്തേക്ക്, മാസ്റ്റേഴ്സ് ആണ്, PGക്ക് 7.7 lakhs for 2 years. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഡിഗ്രിയാണ്, 4 പേപ്പേഴ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അത് 8+ lakhs ആണ് അവർ. ബിഷപ്പ് ഹാർബർ കോളേജിൽ ട്രിച്ചി offers MSc program statistics with 3 papers accredited by AI. പക്ഷേ ഈ AI എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട, പിന്നെ അവിടെ പഠിച്ച് MSc പാസ്സായ എല്ലാവരും പിന്നെ AI ക്വാളിഫൈഡ് ആണ്, അല്ല. ആ 3 പേപ്പർ AI കൂടി വാല്യൂ ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യും, കുട്ടികളെ ആൻസർ പേപ്പർ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് ഈ കുട്ടികൾ ക്വാളിഫൈ ചെയ്താണെന്ന് അറിയാം. അപ്പൊ MSc പാസ്സായ എല്ലാവരും ഈ പേപ്പർ ക്വാളിഫൈ ചെയ്യില്ല. അത് IA തീരുമാനമെടുക്കും. ഇപ്പം കഴിഞ്ഞ സെമസ്റ്ററിലെ എക്സാം യൂണിവേഴ്സിറ്റി റിസൾട്ടും വരണം, IAയുടെ റിസൾട്ടും വരണം. അപ്പൊ യൂണിവേഴ്സിറ്റി റിസൾട്ട് പാസ്സായി കഴിഞ്ഞാൽ കുട്ടി PG പാസ്സായി, IAയുടെ റിസൾട്ട് വന്നാൽ മാത്രമേ ആ പേപ്പറിൽ അവർ അക്സെപ്റ്റ് ചെയ്യപ്പെടൂ. അപ്പൊ ഈ കേരളത്തിൽ വളരെ കുറവാണ്. അപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരാണ്. ജയസാഗർ ഒരു വളരെ സീനിയർ ആക്ച്വറിയാണ്. വീണ മാഡം ഫെലോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഷുറൻസ് ഇന്ത്യ. മുർഷിദ് കുട്ടി ഹസൻ നമ്മുടെ കാലിക്കറ്റിലുള്ള ആളാണ്. വളരെ അറിയപ്പെടുന്ന വേൾഡ് ഫേമസ് ആക്ച്വറിയാണ്. നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കാലിക്കറ്റിലാണ്. നമ്മളെ സിജു ആയിട്ട് വളരെയധികം ഒരു പാരന്റൽ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ബാപ്പ കുട്ടിയസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരു കാലത്ത്. ചിലർക്ക് അറിയായിരിക്കും അദ്ദേഹത്തിന്. ഇദ്ദേഹം ഇപ്പം ഡയറക്ടർ അല്ല, ഇപ്പൊ റിട്ടയർഡ് ആണ് ഇദ്ദേഹം. ജയസാഗർ തൃശ്ശൂർ ചാലക്കുടി ബേസ്ഡ് ആണ്. പിന്നെ ദിനകർ ലൈഫ് ആക്ച്വറിയാണ്, ഇത് റിട്ടയർഡ് ആണ്. ഇദ്ദേഹം തലശ്ശേരി ബേസ്ഡ് ആണ്. പിന്നെ നമുക്ക് അക്കാഡമിക് ലീഡർഷിപ്പ് ഉള്ളത് ഡോക്ടർ ശങ്കരൻ ഉണ്ട്, ഫോമർ വൈസ് ചാൻസലർ. പിന്നെ ഡോക്ടർ TV രാമനാഥൻ, മുമ്പ് പിന്നെ പുനെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഇപ്പം പ്ലാഷ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. പ്രൊഫസർ RP സുരേഷ് ഇന്ത്യൻ IIMലെ പ്രൊഫസറായിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇപ്പം റിട്ടയർഡ് ആണ്, അദ്ദേഹം നമ്മളെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ കുറെ ഏകദേശം 15ഓളം പേരുണ്ട്. ZA ഉണ്ട്, അനസ് ഉണ്ട്, നമ്മുടെ കബീർ സാർ, അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ ഈ കരിയർ മേഖലകളിലെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അങ്ങനെ ഓരോ മേഖലയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മളെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ഫ്യൂച്ചർ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഫറൂഖ് കോളേജിന്റെ പരിസരത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ ആക്ച്വർ സയൻസ് +2 കഴിഞ്ഞിട്ടേക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. അത് പവേർഡ് ബൈ MIADS ആണ്. MIADS പറയപ്പെട്ട ഫാക്കൽറ്റീസ് ആണ് ഇത് ക്ലാസ്സുകൾ എടുക്കുക. വളരെ ഫ്യൂച്ചർ റെഡി പ്രൊഫഷണൽസിനെ ആക്ച്വൽ ഡാറ്റാ സയൻസ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഇതിലുള്ളത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 8 പേപ്പർ 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. സ്ട്രോങ് ഫൗണ്ടേഷൻ ആക്ച്വൽ സയൻസ് റിസ്ക് അനാലിറ്റിക്സ്, ബേസിക് സ്കിൽസ് ഡാറ്റാ സയൻസ് ആൻഡ് AI, മറ്റ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട സ്കിൽസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സ്ട്രക്ചർ. അതായത് സ്കിൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ പിന്നെ IA എക്സാംസും. ഫസ്റ്റ് ഇയറിൽ മാത്സ് സ്കില്ല്, സ്റ്റാറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിസൈൻ തിങ്കിങ് ആസ്പെക്ട്സ്, കമ്മ്യൂണിക്കേഷൻ, പീപ്പിൾ സ്കിൽസ് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഫസ്റ്റ് 3-4 മാസം ഞങ്ങൾ ആ ട്രെയിനിങ് തന്നെ കൊടുക്കുക. എന്നിട്ട് ആക്ച്വറിലേക്ക് വരുള്ളൂ. May 27 ഫസ്റ്റ് എക്സാം എഴുതുക. പിന്നെ ഡാറ്റാ സയൻസ് ട്രെയിനിങ് തുടങ്ങും. പക്ഷെ ആ സമയത്ത് ആക്ച്വറി CS2 CB2 കൊടുക്കും. പിന്നെ ഇൻഡസ്ട്രി ലെവലിലായിരിക്കുന്ന സ്കിൽസ് ഡെവലപ്മെന്റ് 2nd ഇയറിലും 3rd ഇയറിലും കൊടുക്കും.
തേർഡ് ഇയറിൽ ഇന്റേൺഷിപ്പ് ഉണ്ടാവും, എന്നിട്ട് പ്ലേസ്മെന്റിലേക്ക് പോകും. ഈ ലെവലിൽ പ്ലാൻ ചെയ്തുകൊണ്ട് 8 പേപ്പർ അവരെ പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ അത് കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. വലിയ പരസ്യവും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ മമ്മൂട്ടി മോഹൻലാലൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം വരുന്ന ആ ഒരു പിന്നെ ലെവലുള്ള ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് തലത്തിൽ പോയിട്ടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊടുക്കുന്നു, ഇതുപോലുള്ള വേദിയിൽ പറയുന്നു. ഇതില് ഈ ഫീച്ചർ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലുള്ളത് ഫോമർ പിന്നെ ഫറൂഖുകളിലെ പ്രൊഫസർമാരാണ്. ഡോക്ടർ കെ എം നസീർ ഉണ്ട്, പിന്നെ പ്രിൻസിപ്പല്, ഡോക്ടർ മുഹമ്മദ് അലി, മുൻ IQAC കോർഡിനേറ്റർ ഡോക്ടർ റഹീം, പിന്നെ അങ്ങനെ കുറെ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ മുൻ PVC ഡോക്ടർ നാസർ സാറുണ്ട്. അങ്ങനെ കുറച്ച് ഈ പറയപ്പെടുന്ന നമ്മൾ ആക്ച്വറീസും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇത് മറ്റ് രാജ്യങ്ങളുടെ അതിന്റെ സാലറി ലെവലാണ്. അപ്പൊ 24 ഇപ്പൊ ഈ ലെവലിൽ പോവാണെങ്കിൽ ഒരു 23-24 ഇയർ ആകുമ്പോഴേക്ക് അവര് ഫെലോ ആവും. നമ്മൾ ഒരു 3 വർഷം കൊണ്ട് അവരെ 8 പേപ്പർ പാസ്സാക്കി അവർ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ബാക്കി 5 പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ ഒരു 23 അല്ലെങ്കിൽ 24 വയസ്സിൽ അവർ ഫെലോ ആയി. അങ്ങനെയുള്ള ഇന്ത്യയിൽ ആകെ 2 ആൾക്കാരെ എന്റെ ശ്രദ്ധപ്പെട്ടുള്ളൂ. അത്രേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 23-24 ഏജിൽ ഫെലോ ആയ ആൾക്കാർ. അപ്പൊ ആ ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഇതിന്റെ ലീഡർഷിപ്പ് ലെവൽ ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ദെൻ ഫോർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. താങ്ക് യു ഫോർ ഗിവിംഗ് ദ ഓപ്പർച്യൂണിറ്റി. കുറച്ച് ദൈർഘ്യം വന്നുപോയി, ഐ എം സോറി. നോ പ്രോബ്ലം സർ. പ്രിയമുള്ളവരെ, ആക്ച്വറിയൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ആഫ്റ്റർ +2 കോഴ്സ് എങ്ങനെ ചെയ്യാമെന്ന് വളരെ വിശദീകരിച്ചു പറഞ്ഞു. അതിന്റെ തൊഴിൽ സാധ്യതകൾ സംസാരിച്ചു. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഏരിയയുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതൊക്കെ ചോദിക്കാം. സിജിയുടെ റിസോഴ്സ് പേഴ്സൺസ് ഇതുണ്ട്, അതുപോലെ തന്നെ DCGC മെമ്പേഴ്സും ഉണ്ട്. അവർക്കും ചോദ്യങ്ങളാവാം, പാരന്റ്സിനാവാം. ഓവർ ടു ഓൾ. ഓപ്പൺ ആണ്, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. +2 ഏത് ബ്രാഞ്ച് പഠിച്ചാലും ആക്ച്വറൽ സയൻസ് എടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാറ് ഇപ്പൊ 10th കഴിഞ്ഞൊരു കുട്ടിക്ക് ഏത് മേഖല എടുക്കുന്നതായിരിക്കും നല്ലത്? ഏത് ഗ്രൂപ്പ് എടുക്കുന്ന ഇപ്പൊ ഇത് ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്സ് കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പ്ലസ് SLC കഴിഞ്ഞാൽ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് വരുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പാണ് ഏറ്റവും യൂസ്ഫുൾ ആവുക. അത്യാവശ്യമുള്ള ബേസിക് സ്കില്ലാണ് പഠിക്കുന്നുണ്ട്. പക്ഷേ IIA-ക്കോ IFO-യിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് +2 ആവണമെന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് പഠിച്ചെന്നുള്ള പ്രശ്നമല്ല, നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഫ്യൂച്ചർ ഗൈഡിൽ നമ്മൾ നല്ലൊരു 3 to 4 months ഈ സ്കിൽ ഡെവലപ്മെന്റിനാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അപ്പൊ അതിൽ കൊമേഴ്സ് കഴിച്ച കുട്ടികളുണ്ട്, അപ്പൊ അവരെ നന്നായിട്ട് മാത്സ് പഠിപ്പിക്കണം. അപ്പൊ മാത്സ് ഇഷ്ടമാണ് അവർക്ക്. മാത്സ് SLC-ക്ക് ഒന്നും മാർക്ക് കുറവില്ല, പക്ഷെ കൊമേഴ്സ് ആണ് എടുത്തത്. അതുകൊണ്ട് +2-ന് മാത്സ് പഠിച്ചിട്ടില്ല, പക്ഷെ അവരെ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഞങ്ങള് ക്രാഷ് പ്രോഗ്രാമിലും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അത് മാത്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ല. പക്ഷെ നിങ്ങൾ +2 ലെവലില് SLC-ക്ക് തന്നെ ഈ കരിയർ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ +2-ല് ഈ ഫിനാൻസ്, എക്കണോമിക്സ്, മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷൻ എടുക്കുന്നതാണ് നന്നാവുക. സാർ അതുപോലെ ഒരു സംശയം, ഇതിന്റെ പാസ് പെർസെന്റേജ് കുറച്ച് ടഫ് ആയിരിക്കുമല്ലോ. അങ്ങനെ ആകുമ്പോ +2 കഴിഞ്ഞൊരു കുട്ടി ഇതിലേക്ക് പോയാല് പിന്നീട് അവൻ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ആകാൻ സാധ്യതയുണ്ടോ? അതെ, ഞാനത് ഒരിക്കലും ടഫാണെന്ന് പറയാം. ഞാനിപ്പോ ഒരു 15 വർഷത്തായിട്ട് ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഒരു 2-3 പേപ്പറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അത്യാവശ്യം കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, അപ്പൊ അതില് നമ്മൾ സാധാരണ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന ആ ലെവലിൽ പഠിക്കുകയല്ല, ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ് ഇതിന് വേണ്ടത് പഠിക്കാൻ. ആ രീതിയിൽ ഒരു എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എൻവറോൺമെന്റ് കിട്ടിയത് കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ടഫാണെന്ന് പറയാൻ പറ്റൂല. ടഫ് എന്ന് പറഞ്ഞാൽ ആൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ ഇതിലിപ്പോ 7 കോർപ്പറേറ്റ് പേപ്പറിൽ 3 പേപ്പർ കുറച്ചും കൂടി പാസ് പെർസെന്റേജ് കൂടുതലാണ്. 70%-ഉം 80% ഒക്കെ പാസ് പെർസെന്റേജ് ഉണ്ട്.
പക്ഷെ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് കോർ സ്റ്റാറ്റിസ്റ്റിക് പേപ്പറിനൊക്കെ പിന്നെ പാസ് പെർസെൻറ്റേജ് കുറവാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ പ്രോബ്ലം ചെയ്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാരണം. ഞാൻ അവർക്ക് ഈ തോറ്റ കുട്ടികൾ കൗൺസിലിംഗ് ചെയ്തിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പൊ അവർക്കുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് ഇത് ഓൺലൈനാണ് എക്സാം കംപ്ലീറ്റ്. ഓൺലൈൻ എക്സാം എന്ന് പറയുന്ന 2 രീതിയിൽ MCQ ഉണ്ട്, നോൺ MCQ ഉണ്ട്. നോൺ MCQല് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേർഡിൽ ഇത് ടൈപ്പ് ചെയ്യണം. ടൈപ്പിംഗ് സ്പീഡ് അവർക്കൊരു പാരയാണ്. അത് പിന്നെ എന്താ പറയാ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പ്രയാസം, സമയം. അതുപോലെ തന്നെ അതിന്റെ പ്രോഗ്രാമിംഗ് സൈഡ് ഉണ്ട്. അപ്പൊ പ്രോഗ്രാമിംഗ് സൈഡ് നന്നാവണമെങ്കിൽ നന്നായിട്ട് പ്രോഗ്രാം ചെയ്ത് തറാവണം. അപ്പൊ ആ രീതിയിൽ ഒരു എൻവറോൺമെന്റിൽ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ പാസ്സാവും. ഇപ്പം അതിൽ ഏറ്റവും ഒരു ടിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ പുട്ടവർത്തിയിലുള്ള സിദ്ധ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്പം പാസ്സായി പോകുന്നത്. കാരണം ആ രീതിയിൽ ഒരു എൻവറോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ആക്ച്വലീസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് അവിടെ പോയി ജോയിൻ ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞ് അവിടെ പോയി ജോയിൻ ചെയ്യാം. പ്ലസ് ടു വന്ന് ഞങ്ങളടുത്തും ജോയിൻ ചെയ്യാം. ഫരീദ് സാർ, നിങ്ങളുടെ ഫ്യൂച്ചർ ഗൈഡിൽ ഈ കോഴ്സ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പാരലായിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫൈ ഡിഗ്രി കൊടുക്കുന്നത് പിന്നെ യാനപ്പായുടെ ഓൺലൈൻ BBA ഫിനാൻസ് ആണ്. അപ്പൊ അതിന് വലിയ എഫേർട്ട് ഒന്നും കൊടുക്കണ്ട പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിന് കോച്ചിങ് കൊടുക്കുന്നില്ല. ഞങ്ങള് ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 8 to 1 ആണ്. ആ 8 to 1 നമ്മൾ കോർ ആക്ച്വറി തന്നെ പഠിപ്പിക്കും. അതിനുശേഷം കുട്ടികൾക്ക് വീട്ടിൽ പോവാം, അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ പ്രിപ്പറേഷൻസ് നടത്താം. അവർക്ക് പിന്നെ ഈ യാനപ്പായുടെ ഓൺലൈൻ ക്ലാസ്സിനോ അത് അറ്റൻഡ് ചെയ്യാം. അതിന്റെ അസൈൻമെന്റ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ 5 day വീക്കാണ്. Monday to Friday മാത്രമേ ഉള്ളൂ. സാറ്റർഡേ സൺഡേ ഒക്കെ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഇവന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഒരു വല്ലാത്ത വെക്കേഷൻസ് കൊടുക്കുന്നില്ല. മീനിങ് ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ ഹോളിഡേയ്സ് കൊടുക്കും. അതുപോലെ തന്നെ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസത്തെ വെക്കേഷൻ കൊടുക്കും. ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസിഡൻഷ്യലാണ്, കൃത്യമായിട്ട് അവർക്ക് അവരുടെ സമയം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞങ്ങൾ പിന്നെ മെൻറ്റേഴ്സ് ഉണ്ട്, ചില ഫാക്കൽറ്റീസും നമ്മുടെ താമസ സ്ഥലത്ത് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തി കൊണ്ടുപോകാം. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഒരു 10 പേരെ ഇപ്പോൾ സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് ഞങ്ങളത് ഒരു പ്രശ്നമാക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ ടീമിന് നഷ്ടമായിരിക്കും, പക്ഷെ അതല്ല നമ്മളിത് കൊണ്ടുവരണം എന്നുള്ളത്. അതായത് കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അതാണ് ഞാൻ പറയാൻ കാരണം. നമ്മൾ ഈ സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ അവർക്ക് ഈ ACCA മറ്റേം കോൾ വരുന്നു. അപ്പൊ അവിടുന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഒരിക്കലും നിങ്ങൾ പാസ്സാവില്ല, അത് ആക്ച്വറി ഭയങ്കര ടഫാണ്. ഇപ്പൊ നിങ്ങൾക്കുള്ള മനസ്സിലുള്ള പോലെ ടഫാണ്. ശരിയാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ്. CAക്കും പാസ് പെർസെൻറ്റേജ് കുറവാണ്. ഇതിൽ ആയിരക്കണക്കിന് ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് ഈ പറയപ്പെടുന്ന ACCA CA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാർ ജോയിൻ ചെയ്ത് എത്ര ആൾക്കാർ പാസ്സാകുന്ന നമുക്കറിയാലോ. അപ്പൊ ഞങ്ങൾ ഇത് ആ രീതിയിൽ ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് ഇതൊരു പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാനുള്ള താല്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാക്സിമം ഒരു ബാച്ചിൽ 30-35 കുട്ടികളെ എടുക്കും. മനസ്സിലായി, ആ കുട്ടികളെ കൃത്യമായിട്ട് പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ച് പാസ്സാക്കാന്ന്. മാത്രമല്ല അവരെ ഇൻട്രസ്റ്റും അവരെ കഴിവും നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവരെയും അങ്ങോട്ട് എടുക്കുന്നില്ല. നമ്മൾ ആ ലെവലിലാണ്, അല്ലാതെ നമ്മൾ പരസ്യം കൊണ്ടല്ല നമ്മൾ കുട്ടികൾ എടുക്കുക. അവരെ കഴിവും അവരെ ഇൻട്രസ്റ്റും നോക്കിയിട്ട് മാത്രമാണ് സെലക്ഷൻ. ഇപ്പൊ 10 കുട്ടികളേ ഉള്ളൂ, നമുക്ക് അത് മതി, അതായാലും മതി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പോകുന്നത്. ഈ ഓഗസ്റ്റിൽ തന്നെ ക്ലാസ് തുടങ്ങും. സാർ, ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാകും? ഇവിടെ പിന്നെ ഇതിലല്ലേ നമ്മുടെ ഫ്യൂച്ചർ ഗേറ്റിലാണോ പറയണേ? അതെ, ഇപ്പം ആക്ച്വറൽ സയൻസിന് സാർ ഇപ്പം 3 years കൊടുക്കുന്നത് ഒരു വർഷത്തെ, അതായത് ഇൻക്ലൂഡിങ് BBA ഫിനാൻസിന് നമ്മൾ ഇപ്പൊ 1,00,000 ചില്ലാൻ 1,08,000 ആണെന്ന് എൻ്റെ ഓർമ്മ. കാരണം ശരിക്കും അത് നമ്മളെ പ്രൈസിങ് വരുന്നത് 1,50,000 രൂപയുടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വർഷം നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും ഇൻക്ലൂഡിങ് ആക്ച്വറീസ് പലതും ഫ്രീ ആയിട്ടാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ യാത്രാ കാര്യങ്ങളാണ് നമുക്ക് നല്ല വരിക. ഇപ്പം ബാക്കിയുള്ള അറേഞ്ച്മെന്റിനാണ് നമുക്ക് കോസ്റ്റ് വരിക. ഒരു 1 lakh rupees ഇത് വരും. പിന്നെ സ്റ്റേ അലവൻസ്, പിന്നെ ഇത് ഇവിടെ കൊടുക്കേണ്ട ഇത് നമ്മുടെ IAIയിൽ കൊടുക്കേണ്ട ഫീസുകൾ, അവിടെ മെറ്റീരിയൽ ഫീസ്, അതുപോലെ തന്നെ എക്സാം ഫീ, ഇതൊക്കെ കൂടിയാണ് വരിക ടോട്ടൽ. അത് ഓഫീസിൽ കൃത്യമായിട്ട് എമൗണ്ട് ഉണ്ട്.
അത് ടോട്ടൽ എമൗണ്ട് എൻ്റെ ഓർമ്മയിലില്ല. അത് നമ്മൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ഇതാണ് പ്രൈസിങ്. നോട്ട് ഐയുടെ കോസ്റ്റ് ഇതാണ്, മെറ്റീരിയൽസിന്റെ കോസ്റ്റ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡയറക്ഷൻസ് തരും, എത്ര വരും ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത്. കഴിയുന്നത്ര നമ്മളൊരു പിന്നെ സ്കോളർഷിപ്പ് സംവിധാനമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. സിജി നന്മ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ 11 കുട്ടികൾ നമ്മളിപ്പോൾ ക്രാഷ് പ്രോഗ്രാമിലുണ്ട്. അവര് ഇപ്പം പിന്നെ യാർഡ്സ് കൃത്യമായിട്ട് കോസ്റ്റ് പിന്നെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള കോസ്റ്റ് ഇത് ചെയ്യുന്നത് സിജി നന്മയാണ്. അവർ കൊടുത്തു, ഓൾറെഡി ഫീസ് സിജി അടച്ചു. പിന്നെ അവർക്ക് അവിടെ വന്ന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം സിജി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം പിന്നെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനുമാണ് അത് ഉള്ളത്. ഏകദേശം 20ഓളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ 11 പേര് ഈ സ്കോളർഷിപ്പ് കിട്ടിയവരാണ്. അപ്പൊ ആ രീതിയിലൊരു സ്കോളർഷിപ്പ് സംവിധാനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് പല ഓർഗനൈസേഷനായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഇതാക്കിയിട്ട്, കാരണം കുട്ടികൾക്ക് കുറച്ച് ബെയർ ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ അത് ആ രീതിയിലുള്ളൊരു സ്കോളർഷിപ്പ് സംവിധാനം ഉടനെ വരും. ഇതിന് ജോയിൻ ചെയ്യാൻ +2 എത്ര പെർസെന്റേജ് മാർക്ക് എന്നുള്ള ക്രൈറ്റീരിയ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾ അസറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഹലോ സർ. സർ, ഇതിൽ ഈ നമുക്ക് ഇത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ മാത്തമാറ്റിക്സ് നല്ലൊരു ബേസ് ഇല്ലാത്ത കുട്ടിക്ക് ഇത് പറ്റുന്ന ഒരു പ്രൊഫഷൻ ആയിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? അതായത് നിങ്ങൾ മാത്സ് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെങ്കിൽ ബാക്കി ഞങ്ങൾ പഠിപ്പിച്ചോളൂ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഈ കഴിഞ്ഞ അസറ്റ് ട്രെയിനിങ്ങിലൊക്കെ പിന്നെ കൊമേഴ്സ് പഠിച്ച കുട്ടികളൊക്കെ വന്നിരുന്നു. അവരൊക്കെ ഒരു 1.5 മാസത്തെ ട്രെയിനിങ് നമ്മൾ ഓൺലൈനും കൊടുത്തു, സിജിയിൽ വെച്ചിട്ടും കൊടുത്തിട്ട് ട്രെയിനിങ് വെച്ചിട്ട് അവർ പാസ്സായിട്ടുണ്ട്. അല്ല, ഏത് ബേസ് വേണം സർ? ഏത് 10th ബേസ് ആണോ? SLCക്കൊക്കെ അത്യാവശ്യം മാത്സ് നല്ല ഉള്ള കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇതില് മാത്സ് നമുക്ക് വേണ്ടത് ഒരു കാൽക്കുലസ്, ആൾജബ്ര കാര്യങ്ങളാണ് കൂടുതലായിട്ട് വേണ്ടത്. ആ സാധനങ്ങൾ വളരെ ബേസിക് മുതൽ നമ്മൾ പിന്നെ ഫണ്ടമെന്റൽ മുതൽ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാറില്ല. കുട്ടിക്ക് മാത്സ് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുട്ടികളെ ഇങ്ങോട്ട് അയക്കണ്ട. എനിക്ക് മാത്സ് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. അതാണ് കാരണം ഈ കൊമേഴ്സ് ഒക്കെ വരുമ്പോൾ കുറെ പേര് മാത്സ് എടുക്കാൻ വയ്യാത്തോണ്ട് കൊമേഴ്സിലോട്ട് വരുന്നത്. അങ്ങനെ എടുക്കാൻ വയ്യാത്തവർക്ക് അതൊക്കെ പ്രയാസമാണ്. അവരെ നമ്മൾ റെഡിയാക്കാൻ മാത്സ് ഇഷ്ടപ്പെടുന്ന കൊമേഴ്സിലെ കുട്ടികളെയും എക്കണോമിക്സിലെ കുട്ടികളെയും നമുക്ക് ഉപയോഗപ്പെടുത്താം. മാത്സിലോട് ഇഷ്ടം ഉണ്ടായാൽ മതി, അതുകൊണ്ട് വെറുപ്പില്ലാത്ത. ഓക്കെ, മനസ്സിലായി. അതേപോലെ ഈ ഇതിന്റെ പാസിംഗ് പെർസെന്റേജ് നമ്മുടെ സിയുടെ കണക്ക് മാർക്കറ്റ് ഡിമാൻഡ് വെച്ചാണോ അതോ ഒരു കട്ട് ഓഫ് വെച്ചാണോ ഡിസൈഡ് ചെയ്യുന്നത്? കട്ട് ഓഫ് വെച്ചിട്ടാണ്. മാർക്കറ്റ് ഡിമാൻഡ് നോക്കാറുണ്ട്. ഇപ്പോൾ ഉള്ള ഫോർ എക്സാമ്പിൾ ഈ ഞാൻ എടുക്കുന്ന കോഴ്സ് ഉണ്ട് CS1 CS2, അതിനൊക്കെ 2 പേപ്പർ ഉണ്ട്. പ്രാക്ടിക്കൽ പേപ്പർ ഉണ്ട്, തിയറി പേപ്പർ ഉണ്ട്. CS1A CS2 CS1B എന്ന് പറയും. ആ 2 പേപ്പറും ഒന്ന് 3.25 മണിക്കൂർ, മറ്റത് 1.25 മണിക്കൂറാണ് ഡ്യൂറേഷൻ. അപ്പൊ അതില് മിനിമം 30% കിട്ടിയിരിക്കണം ഓരോ ഇൻഡിവിജ്വലിലും. ഇതിലെ ആ തിയറി പേപ്പറിന് 70% വെയിറ്റേജും പ്രാക്ടിക്കൽ പേപ്പറിന് 30% വെയിറ്റേജുമാണ്. ടോട്ടൽ സ്കോർ കിട്ടുന്നത് 50% കൂടുതലാണെങ്കിലേ പാസ്സാവും. അപ്പൊ അത് ഒരു 23 മുതൽ 30 വരെയാണ് ആ പേപ്പറിലൊക്കെ പെർസെൻറ്റേജ് ഓഫ് പാസിംഗ് ഇപ്പം ഒബ്സർവ് ചെയ്യപ്പെട്ടത്. അതിൽ പിന്നെ ഈ CB1 CB2 CB3 എന്ന് പറഞ്ഞ പേപ്പറൊക്കെ പാസ് പെർസെൻറ്റേജ് കൂടുതലാണ്. പിന്നെ 70 മുതൽ അങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. ഏറ്റവും ടഫായിട്ട് വരുന്ന പേപ്പറിൽ എത്രയായിരിക്കും പെർസെന്റേജ്? അതാണ് പറഞ്ഞത് 2023 പെർസെന്റേജ് കാണും പാസിങ്. മാർക്ക് വരുന്നത് മാർക്ക് 50% മിനിമം വേണം. ഇതിലൊക്കെ ടഫായ പേപ്പറാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എടുക്കുന്ന CS1 CS2 കുറച്ച് ടഫായ പേപ്പറാണ്. CM2 അങ്ങനെ 3 പേപ്പറാണ് ടഫായിട്ടുള്ളത്. ബാക്കി വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഈ CB1 CB2 CB3 കൊമേഴ്സുകാർക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ CM1 എളുപ്പമായിരിക്കും. അത് ഫിനാൻസ് മാത്തമാറ്റിക്സ് ആണ്. ഇത്തിരി മാത്തമാറ്റിക്സ് കണ്ടന്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബാക്കി 3 പേപ്പർ CS1 CS2 അതുപോലെ തന്നെ CM2
ഇത് മൂന്നും കുറച്ച് മാത്തമാറ്റിക് കണ്ടന്റ് ഉള്ളതാണ്. നന്നായിട്ട് ഇരുന്ന് പ്രോബ്ലം ചെയ്യണം. അപ്പൊ മാത്സ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ മാത്സ് വെറുക്കാത്ത, മാത്സ് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ആണ് ഈ 3 പേപ്പറിന് പാസ്സാവുക. അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പ്രോബ്ലം സോൾവിങ് ഒരു ലൈനിൽ പഠിക്കണം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അത് സാധാരണ നമ്മൾ മാത്സ് പഠിപ്പിച്ചിട്ട് തിയറം പ്രൂഫ് അല്ല ഇതില്. അങ്ങനെ പഠിച്ച തിയറം പ്രൂഫ് കാര്യങ്ങളൊക്കെ 25% മാർക്കിനെ ഉണ്ടാവുള്ളൂ. ബാക്കി അപ്ലിക്കേഷൻ ലെവലാണ്. ഈ അപ്ലിക്കേഷൻ ലെവൽ പറഞ്ഞാൽ വെർബൽ പ്രോബ്ലം ഉണ്ടാവുക. ആ പ്രോബ്ലം വായിച്ച് മനസ്സിലാക്കി അതിൽ ഇൻഫർമേഷൻ നോട്ട് ചെയ്ത് എന്നിട്ട് ഏത് മോഡലാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ അത് നോക്കി കൃത്യമായിട്ട് ചെയ്യാനാണ് ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ ലെവലാണ്. പിന്നെ ഹയർ ഓർഡർ തിങ്കിങ്ങിന്റെ ഒരു 15%. അപ്പം അവരുടെ ഒരു തിങ്കിങ് പ്രോസസ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഒരു 15% ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. ACT പാസ്സായിട്ടാണോ ഫ്യൂച്ചർ ഗേറ്റിൽ ജോയിൻ ചെയ്യേണ്ടത്? അല്ല, ഫ്യൂച്ചർ ഗേറ്റ് ഞങ്ങൾ ആസെറ്റിന് പിന്നെ ട്രെയിനിങ് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ ഓഗസ്റ്റിൽ ക്ലാസ് തുടങ്ങിയാൽ ഒക്ടോബർ വരെ നമ്മൾ ബേസിക് ട്രെയിനിങ് ആണ്. അതിൽ സ്റ്റാറ്റ്സ്, വളരെ മാത്സ്, അതൊക്കെ ബേസിക് മുതലേ തുടങ്ങും. പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് തുടങ്ങും. കുറച്ച് ഡിസൈൻ തിങ്കിങ്, അത് ക്രിട്ടിക്കൽ തിങ്കിങ് ആസ്പെക്ട്സ് ഒക്കെ കുട്ടികൾ കൂട്ടേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഇനീഷ്യലി പോയാൽ ഒരു ഫ്രഷേഴ്സിന് ഇത് ചെയ്ത് പോകണമെങ്കിൽ നല്ല ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവ് വേണം. ആ രീതിയിലൊരു ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഡിസൈൻ തിങ്കിങ്ങിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഡിസംബറിലാണ് അസറ്റ്. ഒരു നവംബർ ഡിസംബറിൽ അതിന്റെ ട്രെയിനിങ് കൊടുക്കും. അപ്പൊ അത് ഓൾമോസ്റ്റ് അതിന്റെ ബേസിക് തുടങ്ങിയിട്ടുണ്ട്, മാത്സും സ്റ്റാറ്റ്സും. പിന്നെ ലോജിക്കൽ റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ആ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്, ആ ലെവലിലൊരു ട്രെയിനിങ് ആണ് കൊടുക്കുക. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഈ വക സാധനങ്ങൾ ഈ 2 മാസത്തിലെ ട്രെയിനിങ് കൊണ്ട് അസറ്റ് എഴുതാം. അവർ ക്വാളിഫൈ ചെയ്തോളൂ. അങ്ങനെ ക്വാളിഫൈ ചെയ്തോളൂ എന്ന് പറയാൻ കാരണം ഈ 2 വർഷം നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് എല്ലാവരും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് നെഗറ്റീവ് മാർക്കില്ല. അപ്പൊ ഇതിന്റെ ഉദ്ദേശം തന്നെ, ഈ അസറ്റിന്റെ ഉദ്ദേശം തന്നെ കേടിനെ തള്ളാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? മറ്റ് ഇപ്പൊ നീറ്റ് ഇതുപോലെ റാങ്കിങ് ഒരു പരിപാടിയില്ല. ടോപ്പ് മാർക്ക് കിട്ടിയവർ ആദരിക്കുന്നുണ്ട്, അവർക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അസറ്റ് ജസ്റ്റ് ക്വാളിഫൈ 50% മാർക്ക് ഉണ്ടായാൽ മതി. അതിൽ 80% to 90% ആണ് അതിന്റെ പാസിംഗ് പെർസെൻറ്റേജ്. 2 വർഷമായിട്ട് 4 കുട്ടികള് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. എല്ലാവരും പാസ്സായി. സാർ, ഒരു കാര്യം ഇവിടെ, ഈ പ്ലേസ്മെന്റ് ഇപ്പൊ ഒരു ഫെല്ലോ ആയിക്കഴിഞ്ഞാല് ഈ പ്ലേസ്മെന്റ് ഗേറ്റ് വേ എങ്ങനെയാണ് അതിന്റെ നമുക്ക് ഫെലോവാന്ന് കാത്തേക്കണ്ട. നിങ്ങള് ഇവര് സ്റ്റുഡന്റ് ആക്ച്വറിനെ അപ്പോയിന്റ് ചെയ്യും. അവര് അത് ഒരു 3-4 പേപ്പർ ക്വാളിഫൈ ചെയ്താൽ മതി. നമ്മൾ 8 പേപ്പർ ക്വാളിഫൈ ചെയ്താൽ പോകുന്നെങ്കിൽ അവർക്ക് നല്ല പേർക്സ് ആയിരിക്കും. കേരളത്തിലാണോ അതോ പുറത്താണോ? എങ്ങനെ എംപ്ലോയ്മെന്റ്? കേരളത്തില് ഞാൻ അറിയത്തക്ക ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ, പിന്നെ തിരുവനന്തപുരത്ത്. ഇനി വന്നുകൂടായികയൊന്നുമില്ല, കാരണം ഇൻഡസ്ട്രി വളർന്നുകൊണ്ട് വരികയാണല്ലോ. പിന്നെ ഞാനത് പറയാൻ വിട്ടുപോയി. ഞങ്ങളെ ഈ ടീമൊക്കെ കൂടിയിട്ട് ഒരു കൺസൾട്ടിങ് ഫേം ഇവിടെ തുടങ്ങുന്നുണ്ട്. അത് നെക്സ്റ്റ് ഇയറിൽ തുടങ്ങും. അതായത് ജസാഗർ, അവര് സീനിയർ ആക്ച്വറിയാണ്. അദ്ദേഹം പെൻഷൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന്റെ എക്സ്പെർട്ടാണ്. ദിനകർ ലൈഫ് എക്സ്പെർട്ടാണ്. പിന്നെ ഇയാൾ നമ്മുടെ മുർഷിദ് ഉണ്ട്. പിന്നെ വേറൊരു പയ്യനും കൂടിയുണ്ട്. അങ്ങനെ 4 പേരുണ്ട്. പിന്നെ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റും ഉണ്ട്, പിന്നെ ചെന്നൈ ബേസ്ഡ് ആണ്. അപ്പൊ ഇവരെല്ലാം കൂടി ഏകീപിച്ചുകൊണ്ട് ഒരു കൺസൾട്ടിങ് ഫേം ഇവിടെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. കേരളത്തിന്റെ നിയർ ബൈ, കാരണം സ്റ്റുഡൻസ് സ്വാഭാവികമായിട്ട് ചോദിക്കും എംപ്ലോയ്മെന്റ് അബ്രോഡ് ആണ്. കേരളത്തിലെ നിയർ ബൈ എവിടെയും ഇല്ല. അതായത് ഇവിടുത്തെ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് തിരുവനന്തപുരത്ത് പോകുന്നതിനെക്കാട്ടിയും നല്ലത് ഇവിടെ പോകുന്നതാണ്. പിന്നെ ബാംഗ്ലൂർ. ഒരു പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പിന്നെ ഇത് കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നുകൂടായിക്കുന്നില്ല. ഇവിടെ ഇപ്പം ഡാറ്റാ സയൻസിന്റെ കുറച്ച് ഭയങ്കരമായിട്ടുള്ളെങ്കിലും ഇവിടെ കാലിക്കറ്റില് സൈബർ പാർക്കിലും 2 സൈബർ പാർക്കിലും അതുപോലെ തന്നെ പിന്നെ ഹൈലൈറ്റ് സൈബർ പാർക്കിലൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഫേംസ് ആണ്, അല്ലെ ചെറിയ ചെറിയ പിന്നെ വർക്കുകളാണ്.
കുറച്ചും കൂടി നല്ലതുള്ളത് എറണാകുളത്തുള്ളതാണ്. എറണാകുളത്ത് നല്ല ഉണ്ട്. എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിൽ. ഇവിടെ വന്നുകൂടായികയൊന്നുമില്ല, വരാം, എനിക്ക് പറയാൻ കഴിയും. പക്ഷെ ഇപ്പം ഈ പിന്നെ പല ഫേംസും വർക്ക് ഫ്രം ഹോം ആണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന പല കുട്ടികളും വർക്ക് ഫ്രം ഹോം ആണ്. അത്യാവശ്യം എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളും വരുമ്പോൾ മാത്രം അങ്ങോട്ട് പോയാൽ മതി. ഞാൻ അറിയുന്ന കുറെ കുട്ടികളൊക്കെ ഒരു വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി അനുഭവിക്കുന്നവരാണ്. ഓക്കെ, ഇനി അതർ ക്വസ്റ്റ്യൻസ്? സ്റ്റുഡന്റ് അസോസിയേറ്റ് ആകുമ്പോൾ എങ്ങനെ ഏകദേശം എത്ര സ്റ്റുഡന്റ് മെമ്പർ ആണ്. മെമ്പർ അവര് എന്തെങ്കിലും ഈ ഒരു ആ ഒരു ഫേം ഒരു സ്റ്റൈഫൻഡ് കണക്ക് കൊടുക്കുമല്ലോ, അത് ഏകദേശം എത്രയായിരിക്കും? സ്റ്റൈഫൻഡ് അല്ല, അത് സാലറി. സ്റ്റുഡന്റ് ആക്ച്വലി സാലറി ആയിട്ട് തന്നെ അവരെ എടുക്കുക. ഇനി കുറച്ച് ഞാൻ മുമ്പൊക്കെ എടുക്കുമ്പോൾ 4 to 7 lakhs ആണ് പെർ ഇയർ. ഇപ്പൊ അത് 10 lakhs വരെ കൊടുക്കുന്നുണ്ട്. അത് ഇപ്പം പിന്നെ മുർഷിന്റെ ഫേം വിളിച്ചിട്ടുണ്ട്. അത് CS1 CM1 CP1 ഒക്കെ പാസ്സായ ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ട്. മുർഷിദിന്റെ ഫേം EY. അപ്പൊ അവര് പിന്നെ സ്റ്റുഡന്റ് ആക്ച്വറി എന്ന് പറയുന്നത് തന്നെ പോസ്റ്റിംഗ് ആണ്. അവർക്ക് ആക്ച്വറിന്റെ വർക്ക് ചെയ്യണം, അതേ സമയത്ത് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പഠിക്കാനുള്ള സൗകര്യം എന്ന് പറയുന്നത് അവർക്ക് എക്സാമിന്റെ സമയത്തൊക്കെ ലീവ് കൊടുക്കും. ഇപ്പൊ ഞങ്ങളിൽ ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് രാത്രി ക്ലാസ് വെക്കുന്നത്, അവർക്ക് സാറ്റർഡേ സൺഡേസിലാണ് ക്ലാസ് വെക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഫ്യൂച്ചർ ഗേറ്റിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് പ്രോബ്ലം സോൾവിങ്ങിന് ഇപ്പം ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഇനി അടുത്ത സൺഡേ ക്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സാം വരുന്നത് November 29th അപ്പൊ നവംബറിൽ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് വരെ നമ്മളിവിടെ വന്നിരിക്കും. അപ്പൊ ആ രീതിയിലാണ് പോകുന്നത്. കേരളത്തിൽ തന്നെ ജോലി കിട്ടണമെന്ന് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. ആ രീതിയിൽ കേരളത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് കാര്യം. വളരെ സ്ലോലി എമേർജിങ് മാത്രമാണ് കേരളത്തിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ എമിറേറ്റ്സ് കൺട്രിയിൽ ജോലി സാധ്യത കൂടുതലുണ്ടോ സാർ ഇതിന്? ഇപ്പം വന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് അവര് ആദ്യം കൺസിഡർ ചെയ്യാം അവരുടെ ലോക്കലാണ്. ഇപ്പൊ ലോക്കലിൽ അധികം ആരും ക്വാളിഫൈ ചെയ്തിട്ടില്ല. ആ ഒരു ഇത് നമുക്കുണ്ട്, ആ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ അവര് അതിനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. SOയുടെ ഒക്കെ പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട്, IFOയുടെ പ്രസൻസ് ഉണ്ട്. അവര് മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലോക്കൽസിനെ ഉദ്ദേശിച്ചിട്ട്. അപ്പൊ ഇപ്പൊ വളരെ കുറഞ്ഞ ആൾക്കാർ ഇപ്പം വളരെ റീസെന്റ് ആയിട്ടാണ്, 1 വർഷമായിട്ടുള്ള ആ കുട്ടി SOയുടെ ഫെലോ ആയിട്ട്. വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ അവിടെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ അതിന് പിന്നെ ബെനിഫിറ്റ്സ് ഉണ്ട്. എനിക്കറിയുന്ന 1-2 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് കരുണാനിധിയാണ്. അയാള് വളരെ സീനിയറാണ്. പിന്നെ അയാള് വർഷങ്ങളായിട്ട് ഇപ്പൊ അവിടെയാണ്. ഇവിടുന്ന് വിട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, അവിടെ തന്നെയാണ്. ഫെലോ ഒക്കെ ആവുമ്പോൾ നല്ല ഉറപ്പാണ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ ജോലി കിട്ടാൻ കുറച്ച് ചിലപ്പം അവിടുത്തെ ലോക്കൽസ് ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കാം. നമ്പർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ഫരീദ് സാർ നന്ദി വേണ്ട എന്ന് പറയും, അതിഥിയല്ല അതിഥേയനാണെന്നാണ് പറയാ. എങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടി നന്ദി പറയേണ്ടതുണ്ട്. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടും കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലുക്കുമാൻ സാർ ക്ഷണിക്കുകയാണ്. ലുക്കുമാൻ സാർ സിജിയുടെ കരിയർ റിസോഴ്സ് പേഴ്സൺ ആണ്. ലുക്കുമാൻ സാർ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സിജി സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ എല്ലാ ഞായറാഴ്ചയും ഇത്തരം റെലവൻ്റായ ടോപ്പിക്കുകളെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിച്ചുകൊണ്ട് ഒരു നോൺ പ്രോഫിറ്റബിൾ NGO ആയിട്ട് സിജി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഫരീദ് സാറ് വളരെ മനോഹരമായി നമുക്കൊരു സെഷൻ എടുത്തു തന്നു. ആക്ച്വറിയൽ സയൻസ്, ഹൈ ഡിമാൻഡ്, ഗ്ലോബലി റെസ്പെക്റ്റഡ് പ്രൊഫഷൻ വിത്ത് എക്സലന്റ് കരിയർ ഗ്രോത്ത്
attractive salaries, opportunities across finance, insurance, consulting and data-driven industries. കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന കരിയർ ഏതാന്നൊക്കെ. പക്ഷേ കൂടുതൽ ശ്രദ്ധ പോകാത്ത വളരെ റെലവൻ്റ് ആയ ഒരു ടോപ്പിക്കിലാണ് ഫരീസ് സാറ് ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത്. ഫരീസ് സാറ് ഈ രംഗത്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും എക്സ്പേർട്ടും വെച്ചുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. താങ്ക് യു ഫരീസ് സാർ, വണ്ടർഫുൾ എക്സലന്റ് സെഷൻ. ഈ സെഷൻ ഗംഭീരമാക്കിയ മറ്റു ഓഡിയൻസിനും ഈ കരിയർ മിഷന്റെ ഡയറക്ടർ അഷ്കർ സാറിനും മറ്റു കരിയർ ഗൈഡ് ഫിറോസ് സാറിനുമൊക്കെ മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. Okay, thank you. Okay.